ിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് പകൽക്കാലവുമായിരിക്കാം. ഹല്ലേലൂയ. ഈ 17ാമത്തെ പകൽക്കാലവും കർത്താവ് നമുക്ക് പുതുശക്തിയും പുതിയ ബലവും നൽകുക മാത്രമല്ല, നമ്മുടെ അവസ്ഥകളും വിഷയങ്ങളും ഒക്കെ അറിഞ്ഞ് ഈ പകലും ദൈവം നമുക്ക് ആലോചന നൽകി, സ്വർഗീയ ശബ്ദം നൽകി അവൻ നമ്മെ ബലപ്പെടുത്തുവാനിടയായി തീർന്നല്ലോ. ഒരിക്കൽ കൂടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ദൈവസ്ഥലം പ്രാർത്ഥനയോടെ ആയിരിക്കപ്പെടാം. ഈ പകൽക്കാലവും രാത്രിക്കാലവും നമ്മുടെ മധ്യേ ദൈവികമായ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വലിയൊരു ദാസൻ പാസ്റ്റർ എ കെ തമ്പി തൃശ്ശൂർ. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനായൊരു കർത്തൃദാസനാണ്. പല പ്രാവശ്യം ഈ ദൈവസഭയിൽ ശുശ്രൂഷിച്ചിട്ടുള്ള, നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ബഹുമാനപ്പെട്ട കർത്തൃദാസനെ ഈ ദൈവസഭയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമീൻ. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം കർത്തൃദാസനെ ശുശ്രൂഷയ്ക്ക് അവസരം ഒരുക്കുന്നു. എല്ലാവരെയും പ്രാർത്ഥന ആയിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ബഹുമാനരായ കർത്തദാസന്മാർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോമോൻ, പാസ്റ്റർ ജോർജ് പാസ്റ്റർ, പാസ്റ്റർ ജിജു അലക്സാണ്ടർ, കർത്താവിൻ്റെ ദാസൻ പ്രവീൺ, ഇവിടെ ആയിരിക്കുന്ന പ്രിയ ജോയിച്ചായൻ, അങ്ങനെ തുടങ്ങി എല്ലാ കർത്തദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വീണ്ടും ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും ദൈവ അവസരം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിക്കാത്തവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ട് നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ 16 ദിവസവും ദൈവമക്കൾ കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കുകയും ശക്തിയെ പുതുക്കുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് ദൈവം നമ്മോട് ആത്മാവിൽ സംസാരിച്ചു. തുടർന്ന് ദൈവജനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് പറഞ്ഞു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്ത്? 4 സഹോദരിമാർ രാവിലെ യേശുവിൻ്റെ മൃതദേഹത്തിൽ സുഗന്ധവർഗം പൂശാൻ ചെന്നപ്പോൾ അവരോടുള്ള ചോദ്യമാണ്, ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്ത്? ജീവനുള്ള കർത്താവ് മരിച്ചവരുടെ ഇടയിലല്ല, ജീവൻ പ്രാപിച്ചവരുടെ ഇടയിലാണ്. പാപികളായ മനുഷ്യർ ആത്മീകമായി മരിച്ചവരാണ്. അവരുടെ നടുവിൽ കർത്താവില്ല, പള്ളികളിൽ കർത്താവില്ല, അങ്ങനെയുള്ള കൂടിവരവുകളിൽ ഒന്നും കർത്താവില്ല, മതപ്രഭാഷണത്തിൻ്റെ മധ്യേ കർത്താവില്ല, രാഷ്ട്രീയ യോഗങ്ങളുടെ മധ്യേ കർത്താവില്ല. എന്നാൽ കർത്താവ് വന്നിരിക്കുന്ന ജീവൻ പ്രാപിച്ച നമ്മുടെ നടുവിലാണ്. നമ്മുടെ യോഗത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ മധ്യേ വന്നിരിക്കുന്ന കർത്താവാണ്. കർത്താവിനെയാണ് എല്ലാവരും കാണേണ്ടത്, കർത്താവിൽ നിന്നാണ് കേൾക്കേണ്ടത്, കർത്താവിൽ നിന്നാണ് പ്രാപിക്കേണ്ടത്. കർത്താവ് ഇവിടെ വന്ന സമയത്ത് ഏതെല്ലാം സ്ഥലത്ത് ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും ചെയ്യാതെ പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് ഇന്നിവിടെ വന്നത് എന്തൊക്കെയോ ചെയ്യാനാണ്. ഓരോരുത്തരും പ്രാർത്ഥിക്കണം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം നീ ചെയ്യണമേ എന്ന് ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അവരുടെ ജീവിതത്തിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് കർത്താവ് പ്രവർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 11-ാം വാക്യം. ഏൽപ്പിക്കുന്നതേയുള്ളൂ, എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനമേൽപ്പിക്കും. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ ശുശ്രൂഷ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ്റെ കൈക്കീഴിലാണ് നമ്മുടെ കർത്താവ് വെള്ളത്തിൽ സ്നാനമേറ്റത്. യേശുവിൻ്റെ ശിഷ്യന്മാരും യോഹന്നാൻ്റെ കൈക്കീഴിൽ ഏറ്റു എന്ന് മനസ്സിലാക്കാം. യേശുക്രിസ്തു ചിലരെ സ്നാനപ്പെടുത്തിയെന്ന് തോന്നുമാറുള്ള വചനഭാഗം തിരുവെഴുത്തിലുണ്ട്. എന്നാൽ സൂക്ഷ്മമായി നാം പഠിച്ചാൽ യേശുക്രിസ്തു
പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്താനുള്ളവനാകയാൽ വെള്ളത്തിൽ ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് സ്നാനം കഴിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുക എന്നുള്ളത് തെറ്റായ ഒരു വ്യാഖ്യാനത്തിന് മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം പരിശുദ്ധാത്മ സ്നാനമാണെന്നും തീ കൊണ്ടുള്ള സ്നാനം നരകത്തിൽ തള്ളപ്പെടുന്ന അവസ്ഥയാണെന്നും ഒരു ചിന്തയുണ്ട്. എന്നാൽ സൂക്ഷ്മമായി നമ്മൾ പഠിച്ചാൽ അവിടെ പറയുന്ന തീ നരകത്തിലെ തീയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനെ അഗ്നിയോട് ഉപമിച്ച് പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നരകത്തിലെ തീയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കെടാത്ത തീയിലിട്ട് കളയുമെന്നാണ്. നരകത്തിലെ തീ കെടാത്ത തീയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇവിടെ തീ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ ആദ്യമായിട്ട് ആത്മസ്നാനമുണ്ടായപ്പോൾ പരിശുദ്ധാത്മാവ് തീയായി വരാൻ കാരണം അത് അഗ്നി കൊണ്ടുള്ള സ്നാനമായതുകൊണ്ടാണ്. ചിലപ്പോൾ ചിലർ പറഞ്ഞേക്കാം അഗ്നി കൊണ്ട് സ്നാനമേൽക്കുമ്പോൾ ശരീരത്തിന് നല്ല ചൂടുണ്ടാകുമെന്നുള്ളത്. സാധാരണ ചൂടുണ്ടാകുമെന്നുള്ളതല്ലാതെ അസാധാരണ ചൂടൊന്നും ഉണ്ടാകത്തില്ല. സാധാരണ ചൂടുള്ളത് ജീവനുള്ളത് കൊണ്ടാണ്. ചത്താൽ ആ ചൂട് മെല്ലെ കുറയുന്നതാണ്. തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുമ്പോൾ ശരീരം പൊള്ളത്തില്ല, ശരീരത്തിന് ഉപരിയായ ചൂടൊന്നും അനുഭവപ്പെടുകയില്ല. പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ച് പറയുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ അർത്ഥവത്താണ്. സ്തോത്രം. പരിശുദ്ധാത്മാവാകുന്ന തീയിൽ സ്നാനപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാ അഭിഷേകം എന്നുള്ള പദപ്രയോഗം പരിശുദ്ധാത്മാവിനെ എണ്ണയോട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ്. പരിശുദ്ധാത്മാ സ്നാനം എന്നുള്ള പദപ്രയോഗം പരിശുദ്ധാത്മാവിനെ വെള്ളത്തോട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ്. അഗ്നി സ്നാനം എന്ന പ്രയോഗം പരിശുദ്ധാത്മാവിനെ തീയോട് ബന്ധപ്പെടുത്തി പറയുമ്പോഴാണ്. അതുകൊണ്ട് ആത്മാഭിഷേകവും പരിശുദ്ധാത്മ സ്നാനവും അഗ്നി കൊണ്ടുള്ള സ്നാനവും ഒക്കെ ഒരാൾ പ്രാപിച്ചോ ഇല്ലയോ എന്നറിയുന്നത് മറുഭാഷ സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ്. മറുഭാഷ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ വരുമ്പോൾ രൂപാന്തരപ്പെട്ട് ഇവിടുന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ അനുഭവം പ്രാപിക്കേണ്ടതാണ്. സ്തോത്രം. ചിലർ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി, സ്നാനപ്പെട്ടാൽ മാത്രം മതി, കർത്താവ് വരുമ്പോൾ രൂപാന്തരപ്പെട്ടു പോകുമെന്നാണ്. അങ്ങനെ പോയാൽ സന്തോഷമാണ്. സ്തോത്രം. എന്നാൽ വേദപുസ്തകം സൂക്ഷ്മമായി നാം പഠിച്ചാൽ അന്യഭാഷ അടയാളത്തോടെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരും യേശു മേഘത്തിൽ വരുമ്പോൾ രൂപാന്തരപ്പെട്ട് ഇവിടുന്ന് പോകുന്നില്ല. സ്തോത്രം. ഇന്ന് യേശു വന്നാൽ എത്ര പേർക്ക് ഉറപ്പുണ്ടോ ഞാൻ രൂപാന്തരപ്പെടും? എല്ലാവരും പറയുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവിലാണെന്ന് പറയാൻ വയ്യ. കാരണം ഒരിക്കൽ ഒരു സ്ത്രീ ഭൂതം ബാധിച്ച് തലമുടി അഴിച്ചിട്ടിരുന്ന് ആടി അന്യഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭൂതം ബാധിച്ച ഒരുവൻ എൻ്റെ മുമ്പിൽ നിന്ന് അറബിയിൽ അന്യഭാഷ സംസാരിച്ചു. അതൊക്കെ ഭൂതങ്ങളായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പറയുന്ന അന്യഭാഷ ദൈവത്തിൻ്റെ അന്യഭാഷയാണെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ തരമില്ലാതെ വന്നിരിക്കുന്നു. സ്തോത്രം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ സിനിമ കണ്ടു വന്നിട്ട്, സീരിയൽ വന്ന് കണ്ടിട്ട്, അതുപോലെ ബീഡി വലിച്ചു വന്നിട്ട്, അല്പം മദ്യം കഴിച്ചു വന്നിട്ട്, നുണയൊക്കെ പറഞ്ഞു വന്നിട്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ആ ഇരിപ്പിൽ അന്യഭാഷ കിട്ടിയാൽ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ആത്മാവിൻ്റെ പ്രത്യേകത ഇത് വിശുദ്ധിയുടെ ആത്മാവാണ്. ഇത് വിശുദ്ധന്മാരുടെ മേലാണ് വരുന്നത്. സ്തോത്രം. വീണ്ടും ജന്മം പ്രാപിക്കാത്ത ആർക്കും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ കഴിയുകയില്ല. ശുദ്ധീകരണത്തോടെ ഇരുന്ന് പ്രാപിക്കേണ്ടതാണത്. ജീവിതത്തിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ വിശുദ്ധിയുടെ ആത്മാവ് നമ്മുടെ മേൽ വരുന്നത്. അന്യഭാഷ പ്രാപിച്ചവർ സിനിമ കാണുമായിരിക്കാം, സീരിയൽ കാണുമായിരിക്കാം, ആഭരണം ധരിക്കുമായിരിക്കാം. എന്നാൽ അതിനെക്കുറിച്ചുള്ള ഉപദേശം അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ അവർ പിന്നെ അത് കാണത്തില്ല. കൊരിന്ത് സഭയിൽ പ്രാപിച്ച ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായിരുന്നു. കൊരിന്ത് സഭയിൽ പല സ്വഭാവക്കാരുണ്ടായിരുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അവിടെ 4 പക്ഷക്കാരുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് എന്ന് 4 സഭയായി ചിലപ്പോൾ തിരിച്ചേനെ. പക്ഷേ അന്ന് അപ്പോസ്തലനത് തിരിച്ചില്ല. അപ്പോസ്തലൻ ഒന്നാക്കി തന്നെ നിർത്തിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ 3 പാസ്റ്റർമാർക്ക് കൂടെ ശുശ്രൂഷ കിട്ടിയേനെ. അവിടെ 4 പക്ഷമുണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ആ പക്ഷക്കാരെ ആരെയും പിന്താങ്ങുന്നില്ല. അതുകൊണ്ട് ആ സഭ ഒന്നായിട്ട് അവിടെ നിന്നു. ആമേൻ. നേതൃത്വം കറക്റ്റായാൽ പ്രൈസ് ദി ലോർഡ്
ബാക്കിയുള്ളവരെ നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാം. ഉപദേശം കറക്റ്റായാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാം. ഉപദേശവും തെറ്റി നേതൃത്വവും തെറ്റിയാൽ പിന്നെ ആകെ പെശകാണ്. പൗലോസ് നല്ല ഒരു നേതൃത്വമാണ് സഭയ്ക്ക് നൽകിയത്. പൗലോസ് ആരുടെയും പക്ഷം പിടിക്കാതെ പൗലോസ് സത്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. സത്യത്തിന് വേണ്ടി അന്ന് നിന്നില്ലായിരുന്നെങ്കിൽ ആ സഭ 4 ചിലപ്പോൾ പോയേനെ. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ജഡീകന്മാരുണ്ട്. രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിലും അവർ ജഡീകന്മാരാണ്. കൊരിന്ത് സഭയിലെ എല്ലാ വിശ്വാസികളും അന്യഭാഷ അടയാളത്തോടെ ആത്മസ്നാനം പ്രാപിച്ചവരായിരുന്നു. 1 കൊരിന്ത്യർ 14:18 വിശുദ്ധ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷ പറയുന്നു എന്ന് പൗലോസ് പറയുന്നതിനാൽ അവരെല്ലാവരും അന്യഭാഷ പറയുന്നവരാണെന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ കൊരിന്ത് സഭയിലെ എല്ലാ ദൈവമക്കളും അന്യഭാഷ പ്രാപിച്ചവരായിരുന്നു. സ്തോത്രം. അവരുടെ ഇടയിൽ അപ്പോൾ തന്നെ ജഡീകന്മാരുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആത്മീകമായി വളരാത്തവർ. രക്ഷിക്കപ്പെടുമ്പോൾ LKGയിലായി, സ്നാനപ്പെടുമ്പോൾ UKGയിലായി, അഭിഷേകം പ്രാപിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലായി. ചിലരുടെ വിചാരം അഭിഷേകം പ്രാപിച്ചാൽ അപ്പോസ്തലനായി എന്നാണ്. അങ്ങനെയല്ല, 1-ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. പിന്നെ വളർന്ന് വരണം. പ്രസംഗം എത്ര കേൾക്കണം, എത്ര പ്രാർത്ഥിക്കണം, എത്ര ഉപവസിക്കണം. വളർന്നു വരണമെങ്കിൽ ദൈവവചനം എത്ര ഹൃദയസ്ഥമാക്കണം. ഇത് പെട്ടെന്ന് നടക്കുന്ന ഒന്നല്ല. നമ്മുടെ വീട്ടിൽ കൊച്ചു ജനിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് 18 വയസ്സാകുന്നില്ല. സ്തോത്രം. 18 കൊല്ലം എടുക്കുന്നുണ്ട്. ഇതുപോലെ ദൈവമക്കൾക്ക് പെട്ടെന്നങ്ങ് വളരാൻ കഴിയത്തില്ല. ഇത് മെല്ലെ വളരാൻ കഴിയത്തുള്ളൂ. വിശുദ്ധ പൗലോസ് എബ്രായ വിശ്വാസികൾ പറയുന്ന കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക്. അപ്പം കാലമുണ്ടതിന്. അവർ രക്ഷിക്കപ്പെട്ടിട്ട് 33 കൊല്ലമായിട്ടും അവർക്ക് ആ കട്ടിയായുള്ള ആഹാരം, ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നു. അവർക്ക് പാല് ആവശ്യമാണെന്ന് വന്നിരിക്കുന്നു. സ്തോത്രം. പാല് കുടിക്കുന്ന വിശ്വാസികൾ എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ ആശയങ്ങളൊക്കെ കേട്ടാൽ മതി. FSC ലേഖനവും റോമാ ലേഖനമൊക്കെ ക്ലാസ് എടുത്താൽ അവർ ഒരു ക്ലാസ് കൊണ്ട് ഒരു ഉറക്കം നടത്തും. കാരണം അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ്. അവർക്ക് ആവശ്യം പാലാണ്. 1-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, അതുപോലെ തന്നെ 16-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 90-ാം സങ്കീർത്തനം. ഇങ്ങനെ പാല് കൊടുത്താൽ അവരിരുന്ന് കുടിക്കും. അങ്ങനെയുള്ള വിശ്വാസികൾക്ക് ഞാനിടുന്ന പേര് നിപ്പിൾ വിശ്വാസി എന്നാണ്. സ്തോത്രം. കൊല്ലം എത്രയായാലും കട്ടിയായുള്ള ആഹാരം നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ നിപ്പിൾ വിശ്വാസിയാണ്. സ്തോത്രം. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക്. അവർ രക്ഷിക്കപ്പെട്ടിട്ട് 33 വർഷമായിട്ടും അവർ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന കാലയളവിലേക്ക് എത്തിയിട്ടും അവർ ശിശുക്കളായി പോയി. ചിലർ പറയും ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 50 കൊല്ലമായി പാസ്റ്ററെ. വളരെ നല്ലതാ. ഇപ്പോഴും പറയുന്നത് ആ 1-ാമത്തെ വർഷം പറഞ്ഞ അതേ സാക്ഷ്യമാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാം. ഇരിക്കണ്ട, 2 മിനിറ്റ് അവിടെ നിന്നിട്ട് എന്താ സന്തോഷിപ്പിച്ചെന്ന് പറ. അതെനിക്കറിയത്തില്ല. സന്തോഷിപ്പിച്ചിട്ടുമില്ല. ആ വാക്യം കള്ളസാക്ഷിയാണ് പറയുന്നത്. എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാം. ആ വാക്യം അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചിട്ടില്ല. പലരും പറയുന്ന സാക്ഷിയിൽ ആ വാക്യം അവരെ സന്തോഷിപ്പിച്ചിട്ടില്ല. ചിലരെയൊക്കെ സന്തോഷിപ്പിച്ചിരിക്കാം. എല്ലാവരെയും അത് സന്തോഷിപ്പിച്ചു എന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. ഒരു വാക്യം വായിച്ചപ്പോൾ അത്ര പേർക്ക് സന്തോഷം ഉണ്ടായോ? ഇല്ല. പിന്നെയോ പറഞ്ഞു കേട്ട സാക്ഷി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാം. സഭാമധ്യേ കള്ളസാക്ഷി പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരേണ്ടത് ആവശ്യമാണ്. ആമേൻ. ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിക്കണം. ചിലരുണ്ട് ജന്മം ചെയ്താൽ കമ്പലുമാല ഉരത്തില്ല, ക്യൂടെക്സ് പുരട്ടിയത് കളയത്തില്ല, താടിയുടെയും മീശയുടെയും ഷേപ്പൊന്നും മാറ്റത്തില്ല, അതിങ്ങനെ വെട്ടി നിർത്തിയേക്കാണ്. ഭയങ്കരനായിട്ട് പേടിച്ചു പോകും ചില മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. മാനസാന്തരപ്പെടുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ വരണം. താടിയും മീശയും വയ്ക്കുന്ന ഭാവമല്ല, അത് മര്യാദയ്ക്ക് വെച്ചോളണം. സ്തോത്രം. ആളുകളെ പേടിപ്പിക്കരുത്. ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചുണ്ട് ചോപ്പിക്കുക. പിന്നെ അങ്ങനെ തുടങ്ങി പുരികം വടിച്ചു കളഞ്ഞിട്ട് തച്ചോളിയോധൻ്റെ ഉടവാൾ പോലെയുള്ള പുരികം വരച്ചു പിടിപ്പിക്കുക. ഈ പരിപാടിയൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. ഏത് IPC ആയാലും കൊള്ളാം, PMG ആയാലും കൊള്ളാം, ഏത് സഭയായാലും കൊള്ളാം, ഇങ്ങനെയുള്ളവരെയും കൊണ്ട് ഞങ്ങൾ നടന്നാൽ ഞങ്ങൾക്ക് സ്വോത്രാഴ്ച കിട്ടും. ഇവരാരും സ്വർഗത്തിൽ പോകത്തില്ല. അതുകൊണ്ട് സത്യം പറയുകയാണ്, ഞങ്ങൾക്ക് 10 രൂപയോ 50 രൂപയോ 500 1000 രൂപയോ ഇവർ 1000 എടുത്ത് കളഞ്ഞല്ലോ. 2000 രൂപയൊക്കെ തരുന്നവർ സ്വർഗത്തിലെത്തണ്ടേ? ചായയും കാപ്പിയും ചോറും തരുന്നവർ സ്വർഗത്തിലെത്തണ്ടേ? സത്യം പറയാതിരുന്നാൽ പറ്റുമോ? അതുകൊണ്ട് സത്യം പറയുന്നതാണ്. എന്തിനാണ് പാസ്റ്റർ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പറഞ്ഞാലേ എനിക്കൊരു സുഖമുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ സുഖം കൂടെ നോക്കണമല്ലോ. അതുകൊണ്ട് എനിക്കൊരു സുഖം കിട്ടാൻ വേണ്ടിയും കൂടെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് പറയാതിരുന്നാൽ എനിക്കൊരു വിമ്മിഷ്ടമാണ്. സ്തോത്രം. ദൈവമക്കൾ ഇപ്പോൾ ചിലരൊക്കെ മുടിയൊക്കെ കറുപ്പിച്ചുകൊണ്ടിരിക്കുക.
വയസ്സ് കുറച്ചായെങ്കിലും ഇപ്പോഴും ചുള്ളനായിട്ടിരിക്കുക, ചുള്ളത്തിയായിട്ടിരിക്കുക. ആ കറുപ്പിച്ച മുടിയൊക്കെ ഇനി വെളുക്കുന്ന കാലത്ത് വീണ്ടും കറുപ്പിക്കരുത്. ഇപ്പോൾ കറുപ്പുമല്ല വെളുപ്പുമല്ല ചെമ്പൻ പരുവത്തിലിരിക്കുകയാണ്. മുടി കറുപ്പിക്കാത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കറുപ്പിച്ച് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലയൊക്കെ മീശയൊക്കെ കറുപ്പിച്ചിട്ട് ഇരിക്കണം കണ്ടു കഴിഞ്ഞാൽ ചിരി വരും. എൻ്റെ ദൈവമേ, അതൊക്കെ ഒന്ന് വടിച്ച് കളഞ്ഞ് വൃത്തിയായിട്ടിരുന്നാൽ, കാരണം നമുക്ക് കർത്തമേശ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിശുദ്ധവിമനം ചെയ്ത് കൊടുക്കേണ്ടതല്ലേ. ചില എങ്ങനെ വിശുദ്ധവിമനം ചെയ്യും? അവരുടെ മുഖത്തെ അഴുക്കൊക്കെ നമ്മുടെ മുഖത്താകും. അവരുടെ മുഖത്തെ രോഗാണുക്കളെല്ലാം നമ്മുടെ മുഖത്തേക്ക് വരും. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് മുഖമൊക്കെ വൃത്തിയാക്കണം. ദൈവമക്കൾ കുഞ്ഞാടാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുതെന്നാണ് കർത്താവ് പറഞ്ഞത്. ചെറിയ ആനക്കൂട്ടമേ എന്നല്ല പറഞ്ഞ്, ചെറിയ ആട്ടിൻകൂട്ടമേ, ചെറിയ പൂത്തിൻകൂട്ടമേ എന്നല്ല പറഞ്ഞ്, ചെറിയ കുറുക്കൻ കൂട്ടമേ എന്നല്ല പറഞ്ഞ്, ചെറിയ ആട്ടിൻകൂട്ടമേ. ചിലർ പറയും ദൈവമക്കൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സിംഹക്കുട്ടികളാണ്. അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ദൈവമക്കൾ സിംഹക്കുട്ടികളാണെന്ന് തിരുവെഴുത്തിൽ ഒരു വാക്യവും ഞാനിതുവരെ കണ്ടില്ല. യഹൂദാഗോത്രത്തിലെ സിംഹമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവനിൽ നമ്മൾ ജനിച്ചതിനാൽ അത് വ്യാഖ്യാനാർത്ഥത്തിൽ നമ്മൾ സിംഹക്കുട്ടികളാണെന്ന് പറയുന്നു. അതാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ദൈവമക്കളെ സിംഹക്കുട്ടികളെ എന്നല്ല വിളിച്ചേക്കണത്, കുഞ്ഞാടുകൾ എന്നാണ്. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദാഗോത്ര സിംഹമായിരുന്നെങ്കിലും അവൻ്റെ ഒന്നാം വരവിൽ അവൻ സിംഹമായിട്ടല്ല വന്നത്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന് നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ സിംഹായമായിട്ട് വന്നായിരുന്നെങ്കിൽ പിലാത്തോസിനോ ഹേരോദാവിനോ ഹന്നാവിനോ കയ്യാഫാവിനോ അവനെ കയ്യേറ്റം ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ അവൻ കുഞ്ഞാടായി വന്നതുകൊണ്ട് യെശയ്യാവ് 53 താൻ യെശയ്യാവ് പ്രവചിച്ചതുപോലെ രോമം കത്തിരിക്കുന്നവൻ്റെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ ഇരുന്നവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. ഹല്ലേലൂയ. അവൻ കുഞ്ഞാടായി വന്നു. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ അവൻ അറുക്കപ്പെട്ടു. അവൻ 3-ാം നാൾ ഉത്ഥാനം ചെയ്തു. അവൻ ജീവനുള്ള ദൈവമാണ്. എന്നാൽ അവൻ രണ്ടാമത് മഹാപുരോഹിതനായി നമ്മെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. എന്നാൽ അത് കഴിഞ്ഞ് 7 കൊല്ലത്തെ മഹാപീഠകാലം കഴിഞ്ഞ് അവൻ ഭൂമിയിലേക്ക് വരുന്നത് രാജാതിരാജാവായിട്ടാൻ്റെ മേൽ ആർക്കും അധികാരമില്ല. ആമേൻ. അന്തിക്രിസ്തുവിനെ അവൻ പിടിച്ച് നരകത്തിൽ തള്ളും. സ്തോത്രം. അവൻ്റെ ഒന്നാം വരവിൽ തിബിരിയാസ് ചക്രവർത്തി അവൻ നരകത്തിൽ തള്ളിയില്ല. പീലാത്തോസിനെ പാതാളത്തിലേക്ക് തള്ളിയില്ല. അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ വന്നെങ്കിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, വീണ്ടും ജനിച്ച നമ്മൾ ഒന്നാം വരവിലെ ക്രിസ്തുവിനെ പോലെ ഇപ്പോൾ ആടുകളാണ്. തല്ലിയ തിരിച്ച് ചെല്ലുവാൻ നമുക്ക് പ്രമാണമില്ല. നമ്മെ അനാവശ്യം പറഞ്ഞാൽ തിരിച്ച് അനാവശ്യം പറയുവാൻ നമുക്ക് പ്രമാണമില്ല. നമ്മൾ കുഞ്ഞാടുകളാണ്. എന്നാൽ നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ മഹാപുരോഹിതനായി വരുമ്പോൾ പുരോഹിതന്മാരായ നമ്മൾ എടുക്കപ്പെടും. സ്തോത്രം. അത് കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞ് യേശു രാജാതിരാജാവായി ഭൂമിയെ വാഴാൻ വരുമ്പോൾ നമ്മളും രാജാക്കന്മാരായിട്ടാണ് വരുന്നത്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ നമ്മൾ സിംഹക്കുട്ടികളാണെന്ന് പറഞ്ഞാൽ അത് വളരെ അർത്ഥവത്താണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ കുഞ്ഞാടുകളാണ്. നമുക്ക് വേണ്ടത് യേശുവിൻ്റെ സ്വഭാവമാണ്. സ്തോത്രം. ഒരാൾ ആത്മീകമായി വളർന്നോ ഇല്ലയോ എന്ന് നോക്കുന്നത് മരിച്ചയാളെ ഉയർപ്പിച്ചോ എന്ന് വിചാരിച്ച് നോക്കിയല്ല, ഹോള് പണിയാൻ സ്ഥലം കൊടുത്തോ എന്ന് നോക്കിയല്ല, പിന്നെയോ വലിയ നോട്ട് കെട്ട് സ്വോത്ര കാഴ്ചപ്പാത്രത്തിലിട്ടോ എന്ന് നോക്കിയല്ല, പിന്നെയോ വേദ പണ്ഡിതനാണോ എന്ന് നോക്കിയല്ല, പിന്നെയോ രോഗികളെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കുന്നോ എന്ന് നോക്കിയല്ല. ഒരാൾ ആത്മീകമായി വളർന്നോ എന്ന് വിലയിരുത്തേണ്ടത് ആ ആൾക്ക് യേശുവിൻ്റെ സ്വഭാവം ഉണ്ടോ എന്ന് നോക്കിയാണ്. യേശുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് വരാതിരിക്കുന്നിടത്തോളം കാലം, വർഷം എത്രയായാലും നമ്മൾ ആത്മീകമായി വളർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ സ്വരൂപം പ്രാപിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ശേഷം ദൈവത്തിൻ്റെ വചനം നമ്മിലേക്ക് വന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കണം. പാപത്തോട് ഒരു അറപ്പ്, പാപത്തോട് ഒരു വിദ്വേഷം, പാപത്തോട് ഒരു അകൽച്ച, ഒരു വേർപാട് ഒരു വിശുദ്ധനുണ്ടായിരിക്കും. അബദ്ധത്താൽ പാപത്തിൽ വീണാലും, ഒരു പാപം ചെയ്തു എന്ന് വന്നാലും അവനതിൽ തുടരാതെ അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരും. സ്തോത്രം. സീരിയൽ കണ്ടിട്ടും ഒരു കുറ്റബോധമില്ലാതെ, സിനിമ കണ്ടിട്ട് ഒരു കുറ്റബോധമില്ലാതെ ഇനിയും 2 കാണാൻ വേണ്ടി ഇരിക്കുന്നവരൊക്കെ ഏത് സ്വർഗത്തിൽ പോകാനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്തോത്രം. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാർ സ്വർഗത്തിൽ പോകില്ല എന്നാണ് എൻ്റെ ബോധ്യം. ഹല്ലേലൂയ. ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാർ സ്വർഗത്തിൽ പോകത്തില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്തോത്രം. അതുകൊണ്ട് അനുസരണത്തിൻ്റെ ആത്മാവാണ് ഈ ആത്മാവ്. യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ നാം അവനെക്കുറിച്ച് വായിക്കുന്നത് ഫിലിപ്പിയിലെ 2:5 ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും
ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഒന്നാം ആദാം ഏദനിൽ അനുസരണക്കേട് കാണിച്ചെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഒടുക്കത്തെ ആദാം ദൈവത്തെ ക്രൂശ് മരണത്തോളം അനുസരിച്ചു. എഫേസ്യർ 2 വായിക്കുന്നത്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് രക്ഷിക്കപ്പെടാത്തവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല, അനുസരണക്കേടിൻ്റെ ആത്മാവ്. അനുസരണക്കേടിൻ്റെ ആത്മാവാണ് ഹവ്വായെ പാപത്തിൽ വീഴ്ത്തിയത്. ആ ആത്മാവാണ് ഏദനിൽ പാമ്പിൽ ആവസിച്ചത്. ആ ആത്മാവാണ് ആദാമിനെ പാപത്തിൽ വീഴ്ത്തിയത്. ആ ആത്മാവാണ് പാപികൾ വ്യാപരിക്കുന്നത്. എന്നാൽ ദൈവമക്കളായി നമ്മൾ വ്യാപരിക്കുന്നത് ആ ആത്മാവല്ല, ആ ദുഷ്ട ആത്മാവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. ആ ദുഷ്ട ആത്മാവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. നമ്മിൽ വ്യാപരിക്കുന്നത് അനുസരിക്കുന്ന കർത്താവിൻ്റെ ആത്മാവാണ്. ആമേൻ. മാതാപിതാക്കളെ മക്കളനുസരിക്കുക, ഭർത്താവിനെ ഭാര്യ അനുസരിക്കുക, പാസ്റ്റർമാരെ വിശ്വാസികളനുസരിക്കുക, അപ്പോസ്തലന്മാരെ പാസ്റ്റർമാരനുസരിക്കുക. അതുപോലെ തന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളെ തിരുവെഴുത്ത് പ്രകാരം നമ്മൾ അനുസരിക്കുക. വിദ്യാർത്ഥികൾ അധ്യാപകരെ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുക എന്നുള്ളത് എല്ലാ മണ്ഡലത്തിലുമുണ്ട്. അനുസരണമില്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ മുമ്പോട്ട് പോകുകയില്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ തമ്മിൽ കീഴടങ്ങി തമ്മിൽ ദൈവജന പ്രകാരം അനുസരിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ശൗലിനോട് ശമൂവേൽ പറയുന്നത്, അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുസരണമുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലരോട് സ്തോത്രം പറയാൻ പറഞ്ഞാൽ അവർ ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ പ്രൈസ് ലോർഡ് പറയും. കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ കണ്ണ് തുറക്കും. കണ്ണ് തുറക്കാൻ പറഞ്ഞാൽ അവർ കണ്ണടച്ചുറങ്ങും. ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞാൽ അവർ പാട്ട് ദിവസം നോക്കിക്കൊണ്ടിരിക്കും. ഇതെന്താ ആത്മാവാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൈ കൊട്ടാന്ന് പറഞ്ഞാൽ അവർ കൈ കെട്ടും. മുട്ടുമേൽ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഹല്ലേലൂയ. ഏത് ആത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അനുസരണയുടെ ആത്മാവ് എന്നിൽ വ്യാപരിക്കുന്നു എന്ന് ഉറപ്പും ധൈര്യത്തോടും കൂടെ എത്ര പേർക്ക് പറയാൻ കഴിയും? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മൂർഖന്മാർക്ക് വരെ കീഴടങ്ങിയിരിക്കണമെന്ന് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ ഇന്ന് പകൽക്കാലം ഒന്ന് പരിശോധിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് വരാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് പകരപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മിൽ നിന്ന് വെട്ടി മാറ്റേണ്ടത്, ചെത്തി മാറ്റേണ്ടത്, ഉരിഞ്ഞു കളയേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ബോധ്യം വരുത്തുമ്പോൾ അത് മറ്റൊരാളോട് ആലോചിക്കാതെ, അത് നാളത്തേക്ക് മാറ്റിവെക്കാതെ ആത്മാവിനെ നാം അനുസരിച്ചാൽ ദൈവാനുഗ്രഹം ഇന്ന് തന്നെ പ്രാപിക്കാം. സ്തോത്രം. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പുതിയ നിയമത്തിലെ അനുഗ്രഹങ്ങളൊക്കെ വിശ്വാസത്തിൽ പ്രാപിക്കാൻ കഴിയും. ആമേൻ. വിശ്വസിച്ചവരാണ് സ്നാനപ്പെടേണ്ടത്. സ്നാനപ്പെട്ടവർ വിശ്വസിച്ചാൽ ആത്മസ്നാനം ലഭിക്കും. ആത്മസ്നാനം ലഭിച്ചവർ വിശ്വസിച്ച് വാഞ്ചിച്ചാൽ കൃപാവരങ്ങൾ കിട്ടും. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ചാൽ രോഗസൗഖ്യം അനുഭവപ്പെടും, ഒരു വിടുതൽ അനുഭവപ്പെടും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇന്ന് എനിക്കൊരു വിടുതൽ ആവശ്യമാണ്, എൻ്റെ കുടുംബത്തിനൊരു വിടുതൽ ആവശ്യമാണ്, എൻ്റെ സഭയ്ക്കൊരു വിടുതൽ ആവശ്യമാണ്, എൻ്റെ ദേശത്തിനൊരു വിടുതൽ ആവശ്യമാണ്. അത് ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് പറയാൻ കഴിയും? അന്യഭാഷ എനിക്ക് കിട്ടി പാസ്റ്ററേ, ഞാൻ ഇന്നും അന്യഭാഷ പറയുന്നുണ്ട്. അന്യഭാഷ പറഞ്ഞ് നമുക്ക് ക്ഷീണം വരികയാണെങ്കിൽ അത് എന്തോ ആത്മാവാണ്. ഹല്ലേലൂയ. രാത്രി കിടന്നുറങ്ങിയില്ലെങ്കിൽ പകൽ ഉറക്കം വരും. ആ കാര്യമല്ല ഞാൻ പറയുന്നത്. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് കഴിക്കാതെ ആരോഗ്യമില്ലാതിരുന്നാലും ചിലപ്പോൾ ക്ഷീണം നിമിത്തം ഉറങ്ങിപ്പോകാം. ആ കാര്യമല്ല പറയുന്നത്. എന്നാൽ അനുസരണയുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവാത്മാവ് ഒരാളുടെ മേൽ വന്നാൽ അവൻ ഉത്സാഹമുള്ളവനായിരിക്കും. സ്തോത്രം. ഈ ആത്മീയ കാര്യങ്ങൾക്ക് നല്ല ഉത്സാഹമുള്ളവനായിരിക്കും, തീക്ഷ്ണതയുള്ളവനായിരിക്കും. അവൻ മുമ്പോട്ട് വരും. ഹല്ലേലൂയ. അവൻ പുറകോട്ട് പോകുകയല്ല. പുറകോട്ട് പോകാനല്ല ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ 16 ദിവസത്തേക്കാൾ ഈ 17-ാം ദിവസം ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട് കയറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ ഞാൻ പ്രാപിക്കാത്ത ഒരു അനുഗ്രഹം കൂടെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ മേൽ പകർന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇനി ഒരു അഗ്നി കഷ്ണമായി കർത്താവ് ഉപയോഗിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ഒരു അഗ്നിതാവ് എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അന്യഭാഷ പറഞ്ഞ് ക്ഷീണിക്കുകയല്ല. ഈ 17-ാം ദിവസം യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കട്ടെ. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറട്ടെ. തളർന്നു പോകാതെ ഓടട്ടെ. ക്ഷീണിച്ചു പോകാതെ നടക്കട്ടെ. ദൈവാത്മാവ് വരുമ്പോൾ പ്രായമായവർ പോലും എഴുന്നേറ്റ് നൃത്തം ചെയ്യും. അവരെ കൊണ്ട് ചാടിക്കുന്നത് അവരുടെ ശക്തിയല്ല,
ആഹാരത്തിൻ്റെ ശക്തിയല്ല, പാലിൻ്റെ ശക്തിയല്ല, ബോർമിറ്റയുടെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ആള് മാറിയതുപോലെയാകും. ഹല്ലേലൂയ. ഇന്ന് വരെ പറയാത്ത ഒരു പുതിയ ഭാഷ സംസാരിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അന്യഭാഷ കിട്ടിയവർക്ക് പോലും പുതിയ പുതിയ ഭാഷകൾ ദൈവം കൊടുക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു പുതിയ ഭാഷ വേണം? ഹല്ലേലൂയ. ഞാൻ വായ പൂട്ടിയിരിക്കാൻ ഇവിടെ വന്നതല്ല, മൗനമായിരിക്കാൻ വന്നതല്ല. എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ വന്നതാണ്. അവൻ്റെ ശക്തി എന്നിലേക്കൊന്ന് പകരപ്പെടട്ടെ, അവൻ്റെ തേജസ് എന്നിലേക്കൊന്ന് ഒഴുകി വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എനിക്കൊരു പുതുമയുണ്ടാകട്ടെ. ഈ 17-ാം ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായി തീരട്ടെ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു? യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. നീ എന്നോട് എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ എന്നെ തന്നെ യാഗപീഠത്തിൽ ഒന്നുകൂടെ സമർപ്പിക്കുകയാണ്. യാഗപീഠത്തിൽ തീയിൽ കത്താൻ കഴിയാത്ത ചില മാംസകഷ്ണങ്ങൾ ചാടി വീഴുമ്പോൾ പുരോഹിത മുപ്പല്ലി കൊണ്ടത് കുത്തിയെടുത്ത് യാഗപീഠത്തിലെ തീയിലേക്കിട്ട് അത് ചാരമാകുന്നവർ ദഹിപ്പിക്കുന്നത് പോലെ നമ്മെ ദൈവത്തിൻ്റെ യാഗപീഠത്തിലേക്ക് വെക്കാൻ കഴിയാത്ത ആടിപ്പോകുന്ന എന്തെങ്കിലും സ്വഭാവങ്ങളുണ്ടെങ്കിൽ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് ഇന്ന് പകൽക്കാലം യാഗപീഠത്തിലേക്ക് വെച്ച് ആ തീയിൽ ഇന്ന് പകൽക്കാലം ദഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായി തീരേണ്ടതല്ല ഇല്ലാതെയായി തീരട്ടെ, ഉളവായി വരേണ്ടതല്ല ഉളവായി വരട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കൊന്ന് വളരണം, എനിക്കൊന്ന് ശക്തിപ്പെടണം? ഉടബലകച്ചുട ഹംബരാക്ഷര സത്തുരാലക ക്ഷാതര സത്തരാക്ഷര. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന്, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന്. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അമിത ബലം തരണേ, അമിത ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന്. ഓ കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. ഗ്ലോറി. വളർന്നിടുവാൻ മഴയെ വീണ്ടും അയക്കണമേ, നിൽജനമുണർന്നിടുവാൻ. ഉടക രഗജ ദൗല ക്ഷാര ഹപ്ത രഗജ ദൗല ക്ഷാര ഹംദ രഗജ. ഓ ഡമനക ദകുലക ജപ്ത രഗജ ദൗര ക്ഷാര ഹംദ രഗജ ദഗര. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. അനുഗ്രഹത്തെ തടഞ്ഞു പോരാടുന്ന ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അടബ രഗജ ദഗര സപ്തരാസ നിന്റെ നേരെ യേശുവിൻ്റെ നാമത്തിൽ വരുന്നു. ഹാഷ് ഉടബ ലഗച്ചുട ഹംബരാക്ഷര സത്തരാല ഹട്ടരാലക. ഞാൻ നിന്നെ മുമ്പോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് വാത് കിട്ടുന്ന ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ മടക്കി അയക്കുന്നു. ഹാഷ് ശരീരത്തിൽ രോഗമിട്ടുകൊണ്ട് പോരാടുന്ന ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ മടക്കി അയക്കുന്നു. ഇന്ന് പകൽക്കാരുടെ വിടുതൽ. ഉടപരക ഉക്ഷരക ഉത്തരകലക ജഗതക രക്ഷക സന്തക. ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഡബട്ടുന ലഗച്ചട രഗട്ടര വകുത്തര ലഗക്ഷര സന്തരാല വർഗാരഗക്ഷ. ആരാധനയ്ക്ക് യോഗ്യരേ, സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. സർവമഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനേ, സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. ഹാഷ് യേശുവിന്റെ നാമത്തിൽ ലഭിക്കട്ടെ. ഉടക ലഗജ ദഗജ ഷപ്ത രംഗ ടാര ദുഃഖ രഗജ ദഗല ജഗത അക്ഷ രഗജ മകുത പരഗ സഗത രഗജ. ശരീരത്തെ കാർന്നിരുന്ന ആ രോഗത്തിൻ്റെ ശക്തിയെ ആരാധിക്കുവാൻ കഴിയാതെ ബലഹീനമാക്കിക്കൊണ്ട് വ്യാപരിക്കുന്ന ആ രോഗത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കൽ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ദുഷ്ടബന്ധനം യേശുവിൻ്റെ നാമത്തിൽ. ഞങ്ങളുടെ മേൽ നിനക്ക് യാതൊരു സ്വാധീനവുമില്ല. യേശുവിന്റെ ചോരയാൽ ഞങ്ങൾ കഴുകപ്പെട്ടവരാണ്. കുഞ്ഞാ രക്തം അടയാളമായി കണ്ട വീട്ടിൽ സംഹാരദൂതൻ കടന്നില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ഹാഷ്
അടബലകച്ചട ഹംബരകക്ഷ മനുഷ്യനെ കബളിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആരാധന സ്വീകരിച്ച് അടകലകക്ഷ രകസ മനസ്സിനെ ക്ഷീണിപ്പിച്ച് പുറകോട്ട് കൊണ്ടുപോയി നശിപ്പിക്കുവാൻ തുടർന്നെത്തുന്ന ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുപോക. അടബലകച്ചുട ഹംബരാക്ഷര ലകച്ചട രകട്ടര വകുത്തര ലകച്ചട വരക പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന വ്യാപാരങ്ങൾ, ആ ഇരുട്ടിൻ്റെ ശക്തികൾ, ആ പോരാട്ടങ്ങൾ, ഏകാഗ്ര ഹൃദയത്തോട് മത്സരിക്കുന്ന ആ ശക്തികൾ, അടകലകക്ഷര ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ തടസ്സമിട്ടുകൊണ്ട് വിവിധ പിരിമുറുക്കമിട്ടുകൊണ്ട് വ്യാപരിക്കുന്ന ശക്തികൾ, ഏകാഗ്രത നൽകാതെ മുമ്പോട്ട് വിടാതെ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടാതെ തടസ്സമിട്ടുകൊണ്ട് വിവിധമായി തടസ്സമിട്ടുകൊണ്ട് ലോകമുഖങ്ങള്, ഉപജീവന ചിന്തകള്, അട്ടരാലക ശബ്ദരാസ ആ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടു. ഉടപാക്ഷരാലകക്ഷടാരകക്ഷി ആഷ് അണ്ടാരകൾ ചാരാസ് ഉലക ലഗജ ഡബാട്ട് ഉടകലകച്ചട ഹംബരാക്ഷര ലഗജഘടക ഞങ്ങളുടെ മധ്യശരീരങ്ങളെ ജീവിപ്പിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, കല്ലറയെ തുറക്കുന്ന, മൃതന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, ചീഞ്ഞ ശവത്തെ എഴുന്നേൽപ്പിക്കുന്ന, തേജസ് കിട നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ അനന്തമായ വ്യാപാര ശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഉടബാ ലഗച്ചട രഗക്ഷര സ കാര്യസ്ഥരെ പാരക്ലിതയായി നിന്നെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. മറ്റൊരു കാര്യസ്ഥനായി പെന്തക്കോസ്ത് നാളിൽ സഭയെ ഒരുക്കി കർത്താവിന്റെ അടുക്കൽ എത്തിക്കുവാൻ ഭൂമിയിൽ വന്ന ആത്മാവേ അങ്ങയെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് ആരാധിക്കുന്നു. സർവ്വജരാശികളെ സൃഷ്ടിച്ച ആത്മാവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ ആത്മാവേ, ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ച ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, കർത്താവിന്റെ അടുക്കലേക്ക് ഞങ്ങൾ നടത്തുന്ന ആത്മാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉടബലകച്ചട ഹംബരാക്ഷര ലഗജഘടക ദിബാ യേശുക്രിസ്തുവിന്റെ ആത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. അടക രഗക്ഷട ദൈവാത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ നടത്തിപ്പുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിന്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്ന് അടബാലകച്ചട രഗക്ഷ ജീവിതങ്ങളെ നിറയ്ക്കണമേ. അടബലകക്ഷര ഹംബരാച്ചുട രഗക്ഷരാസ അവിടുത്തെ എല്ലാ ഈ ആത്മാവിനെ തരുവാൻ പ്രസാദിച്ച ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഉടകലകച്ചട ഹംബരാക്ഷര സത്തുരാലക ജാതരഘട്ടര വരകച്ചത്തര ഹംബരാക്ഷര വൽഗാരഘട്ടര വാർഗ 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 ഗിൻ സോ അംഗ മോനി ഗട്ടു പരാച്ചുത്തെ രമാട്ടുവാനഗതിക്കെ സാ ഗിൻ ഗോ അംഗപാക്ഷാന സാധാരി ഗെൽ ഗോട്ടി വാരോ ചിത്താര മടാത്തുരേസി ഹംബോ അംഗപാക്ഷാന സുത്തര ലാ ജാഡുഅതികേരിസിയ Gol bachota soka di go medico gin go pa ni go chidi di go gen gal gache mado khano gen nato di ger ke siano di ge a go palia tu ne ko de ke sia ko pare ga tho ado da beli do bharia siani dia di viriali o chikaro siani autio apori batu pari si monaga thos gel bol bichi datuani se wal go si bitigeria tunisia si vada duvari sindi khani mo go kacha a bapa so ge patari do angotana zo kapala chodati gole pathoria ando da bathuna dere da alaga chadera mathana diriya uda ba 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 udagalaga chadaga gachana ga samdara gattara balaga gadagam daguraga shabtara gamdara galagam jagudaga dattara gattara galaga udagara gajagada galaga jagada gadaga gadaga girigachana ga samdara galaga gadaga baraga samdara galaga gadaga gadagam അടകം തകുലകം തരകക്ഷമ്മ സന്തന്നോരാചാനം എലകജത്തോ രാജുവേരാസനോദാരക്ഷമേനാസൂനി അല്ലകജന്തം മേനകതോ മക്ഷകാരം സേ മൃഗാലാജാതോ സന്തലിക്കട്ടോ അരികാമാരാജിൽ ഗോനേസേ അരികോടിത്ത വരഗജോഷാനം സനഗജോരാക്ഷ അരികാലച്ച രാജാകാശാദോ സലഗജേഷത്തകെ അവകാശം പറഞ്ഞുകൊണ്ട് എൻ്റെ ഭണ്ഡാരത്തിൽ പണ്ട് പൈസ ഇട്ട വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവകാശം പറഞ്ഞുകൊണ്ട് വാദിക്കുന്ന ദുഷ്ടശക്തിയെ ശാസിക്കുന്നു. നീ കോമ്പൗണ്ടിൽ കയറരുത്, ആ വ്യക്തിയെ നീ തുടരുത്. ഉടബലകക്ഷര ഹംബരാച്ചുട രഗക്ഷിക്കനക സിയാന്റെ ധിക്കാര ഘട്ടകരക ക്ഷത്തര അപ്തരകല്ലക ജഗുദകക്ഷ രഹസ്യാര അന്യജാതികളുടെ ദൈവങ്ങൾ അടകലകക്ഷ കരകസ്യാന ധിക്കാരകക്ഷ രഹസ്യ വിഗ്രഹങ്ങളിൽ വ്യാപരിച്ച് മനുഷ്യനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കുടിയിരുന്ന പോരാട ശക്തികൾ അടകലകക്ഷ തൊട്ടുപോകരുത്. ഉടബലകക്ഷട ഹംബരാക്ഷന സത്തുരാക്ഷ സാത്താന്റെ തലയെ ക്രൂശിൽ തകർത്ത നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അഖില ലോക രക്ഷകനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ആത്മമണവാളനായ യേശുവിന്റെ നാമത്തിൽ പ്രാണസഖിയായ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരം നൽകപ്പെട്ട യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, വ്യക്തിയെ നീ തുടരുത്. ഉടബലകച്ചുട ഹംബരാക്ഷര ലഗച്ചട രഗട്ടര വകുത്തര ലഗജഘടകതി ബാ വാക്ഷ രംഗസന ധിക്ക രഗട്ടര ലാജ
ഉടകല ഗക്ഷ രഗക്ഷട രഗക്ഷര സിദ്ധ രഗട്ടര ബാലക വർഗ രഗക്ഷര ലഗക്ഷട രഗട്ടര ദീഗ ശബ്ദ രഗച്ചുട വാഗ ജഗരഗക്ഷ രഗജി അരികലഗച്ചുട ഹമരകെ ശബ്ദരേസി ബഹുത്തര ഉടബലഗ ജഗടക ദിഗാ ഓ രഗട്ടര ലഗജഗടക ദിഗോ രഗക്ഷര ലഗജഗടക വൽഗ രഗട്ടര വാദ രഗട്ടര വാക്ഷ രംഗട്ടര വഗത പരിഗ ലഗക്ഷട രമഠന ദിഗ രഗക്ഷര സന്ദ ഉടവ രഗക്ഷട വാർഗ രഗട്ടര വാസ വൽഗോ രഗക്ഷര വാഹാരി കൃപ 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 പാഴിശൂന്യമായി കിടന്ന ഭൂമിയെ നവീകരിച്ച ദൈവമേ ഉടവലഗക്ഷര ഘട്ടര ലഗജഘടക ഭൂമി എന്നേക്ക് നശിക്കാതിരിക്കുവാൻ വെള്ളത്തിന്മീതെ പൊരുതി അവസിച്ച ദൈവത്തിൻ്റെ ആത്മാവേ ഉടവലഗക്ഷര ഹംബരാക്ഷന സത്തുരാക്ഷ ശിംഷോന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ ആത്മാവേ ഞങ്ങളുടെ കർത്താവിൻ്റെ മേൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവേ പെന്തക്കോസ്ത് നാളിൽ അഗ്നിനാവുകളായി വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവേ പൗലോസിനെ നിറച്ച ദൈവത്തിൻ്റെ ആത്മാവേ കർത്തവസത്തിൽ യോധകന്നാനെ ആത്മാവിൽ നിറച്ച ദൈവത്തിൻ്റെ ആത്മാവേ ഉയർന്ന ദർശനങ്ങൾ നൽകിയ കർത്താവേ ഉടവലഗച്ചട ഹംബരാക്ഷര സാധുരാലഗച്ചട രഗക്ഷിയാന അച്ചക്കടകത ഘട്ടര ഹംബരഗക്ഷ ദൈവസിംഹാസനം നിന്ന് പുറപ്പെടുന്ന ശുഭ്രമായ ജീവജല നദിക്കായി നന്ദിയോട് സ്വോത്രം 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 പാറയടിക്കച്ചപ്പോൾ പുറപ്പെട്ടതായ ആ നദിക്കായി സ്വോത്രം 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 ഏതിൽ ഒഴുകിയ നദിക്കായി സ്വോത്രം 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 ഇരുകരയും ജീവവൃക്ഷങ്ങൾ നിൽക്കുന്ന ജീവവൃക്ഷ ഫലങ്ങളുള്ള ആ നദിക്കായി സ്വോത്രം 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 എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അടകലകജ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് ദൈവം പറഞ്ഞത്. നദികൾ ഒഴുകും, നദികൾ ഒഴുകും, നദികൾ ഒഴുകും. അടപരകച്ചുട ഹംബരാക്ഷര ലഗച്ചട ആരുടെ വായിൽ കൂടെയാണോ പരിശുദ്ധാത്മാവാകുന്ന നദി അന്യഭാഷയായി ഒഴുകുന്നത് അവന്റെ ഹൃദയത്തിലാണ് ദൈവം സിംഹാസനം ഇട്ടിരിക്കുന്നത്. അടബലകച്ചുട ദൈവം ഒരുവന്റെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായാൽ ആ സിംഹാസനത്തിൽ നിന്ന് ഒരു നദി വചനത്തിലൂടെ അന്യഭാഷയായി വെളിയിലേക്ക് ഒഴുകുകയാണ്. അടബ രഗജഘടക നമ്മളാണ് ദൈവത്തിന്റെ മന്ദിരം, നമ്മിലാണ് ദൈവം വസിക്കുന്നത്. 4 ചുമരിന്റെ ഉള്ളിൽ ഇരുത്താൻ കഴിയുന്നവനല്ല ദൈവം. നമ്മുടെ മധ്യ ദൈവം ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിൽ നാമാണ് ദൈവത്തിന്റെ ആലയം. ഹോളല്ല ദൈവത്തിന്റെ ആലയം, പള്ളിയല്ല, ക്ഷേത്രമല്ല ദൈവത്തിന്റെ ആലയം. വീണ്ടും ജനിച്ചവരുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. അവരുടെ മധ്യത്തിലാണ് ദൈവം നടകൊള്ളുന്നത്. ഉടബലകച്ചുട ഹംബരാക്ഷര സാത്തുരാലക ജാതര ശബ്ദരാസര അഗ്നിസ്നാനത്തിനായി സ്തോത്രം, ആത്മസ്നാനത്തിനായി സ്തോത്രം. അലഗജഘടക ദിവാരഗക്ഷകരക സത്തുരാലക ഓ ഡബഠന ലഗജഘടക ദിവാരഗക്ഷ അരക ലഗജ ദഗര ശബ്ദ തേജോമയനായി ദൈവമേ തേജസ്സിലേക്ക് ഞങ്ങൾ നടത്തുന്ന ദൈവാത്മാവിന്റെ നിറവിനായി നന്ദിയോടെ സ്തോത്രം. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാൻ ദൈവകൃപയ്ക്കായി ഏൽപ്പിച്ചിരുന്നു. ഈ ആയുസ്സിൽ ഞങ്ങൾക്ക് ആവശ്യം യേശുവിന്റെ സ്വഭാവമാണ്, ആ മഹിമയാണ്. അതിനായി ഏൽപ്പിച്ചേരുന്നു കർത്താവേ. ഞങ്ങൾ ഉരിഞ്ഞു മാറട്ടെ, അഴിഞ്ഞു മാറട്ടെ, അഴിച്ചു മാറ്റേണ്ടത് അഴിച്ചു മാറ്റുക, വെട്ടി മാറ്റേണ്ടത് വെട്ടി മാറ്റുക. ജീവിതത്തിൽ ഒരു സമർപ്പണം, സമ്പൂർണ്ണമായൊരു സമർപ്പണം. ഇന്നു മുതൽ സമ്പൂർണ്ണമായൊരു സമർപ്പണം. ഹട്ടര ലഗജഘടകതി രഗക്ഷര ലംഘച്ചുട രഗക്ഷന. ഇന്നു മുതൽ ഞങ്ങൾ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ അങ്ങനെ അറിഞ്ഞുവെങ്കിലും ഇനി മേലങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഉടകലകച്ചുട ഹംബരാക്ഷര സാധുരാലക ചത്തരാലി വടകക്കട്ടുര ഹംബരാക്ഷര മലകച്ചുത്തര ഹംബരകക്ഷ നഗസ്യാന ഓട്ടപരകക്ഷന ക്രിസ്തു എന്ന തലയോളം ഞങ്ങളെ വളർത്തുന്ന ദൈവത്തിന്റെ ശക്തിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വാസം തരുന്ന ശക്തിക്കായി, പ്രത്യാശ തരുന്ന ശക്തിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ശക്തിക്കായി നാം ചോദിക്കുന്നതിനേക്കാൾ നിനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനായ ദൈവം സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുന്ന ശക്തിക്കായി സ്വത്രം ചെയ്യുന്നു. ഉടബലകച്ചട ഹംബരാക്ഷര സാധുരകട്ടെ രഗക്ഷി പരിശുദ്ധാത്മാവേ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവപുത്ര പിതാവേ അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് മാത്രം ദൈവമാണ്. യേശുവേ അവിടുന്ന് മാത്രം രക്ഷകനാണ്, അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണ്. അവിടുത്തോട് മാത്രമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ വരികയാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അതെ, ഈ സമയം ശുശ്രൂഷിക്കുന്ന പാസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. വിവിധ ഭാഷക്കാരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ദാസനെ ദൈവം വിളിച്ചിരിക്കുന്നതിനാൽ അതെ ആ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്.
ഉടക ജഗദ ശബ്ദരക്ഷ. മലയാളികളെ മാത്രമല്ല, വിവിധ ഭാഷക്കാരെ, വിവിധ മതക്കാരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ദൈവം വിളിച്ചിരിക്കുന്നു. അക്ഷരാലകച്ചട രമക്ഷന സത്തുരാലക ഷാദരാസ അരകട്ടര ലഗജഘടക. ആ ശുശ്രൂഷ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഉടവ രഗജഘടക ഇപ്പോഴത്തെ അളവല്ല, ഇതിനെ കവിയുന്ന ഒരു അളവ്. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞങ്ങൾ സകലത്തിനും മതിയാകുന്നു. സാമ്പത്തികമായി പരാജയമിട്ടുകൊണ്ട് ഇല്ലായ്മയിട്ടുകൊണ്ട് ദൈവസേന പിറുപിറുക്കത്തക്കവണ്ണം അന്ധകാരശക്തികളെ വേഷം കെട്ടി വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഉയർച്ച നൽകുന്ന, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കർത്താവിന്റെ കരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവെ പൂർണ്ണമായി തീർത്തു തരും. അതെ, നിന്റെ സാമ്പത്തിക ആവശ്യം പരിഹരിപ്പാൻ യേശുവിനോട് വന്നിട്ടുണ്ട്. യേശുവിനോട് ചോദിക്കേ. ആ യോസേഫിന്റെ അടുക്കൽ അവന്റെ സഹോദരന്മാർ ചെന്നപ്പോൾ ധാന്യച്ചാക്ക് കഴിച്ചപ്പോൾ ധാന്യം മാത്രമല്ല അതിനകത്ത് പണക്കിഴി കൂടി ഉണ്ടായിരുന്നു. ചോദിക്കുന്നതിനേക്കാൾ നിനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്നവരായ ദൈവം. ഉടകക്ഷര ലഗച്ചട രമക്ഷന സത്തുരാലക ജാതര ക്ഷത്തരാസ ഓടകക്ഷ. തങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുടെ വേർപാടിൻ്റെ അടലകക്ഷ നടുക്കം ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മപ്പെടുത്തി അടകലകക്ഷ രകക്ഷ നിരാശ തോന്നുമാറ് ചിന്ത കൊണ്ടുവന്ന് പ്രത്യാശയെ ചോദ്യം ചെയ്യുന്ന ആ അന്ധകാരശക്തി ഇന്ന് പകൽക്കാലം വ്യക്തി ജീവിതത്തെ വിട്ട് പുറപ്പെട്ടു പോകട്ടെ. ഉടകലകച്ചട ഹംബരാക്ഷന സത്തുരാലകക്ഷ. അടകലകക്ഷ മുമ്പോട്ട് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തെറ്റായ എന്തുകൊണ്ട് വ്യാപരിക്കുന്ന ശക്തി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഒരു പാമ്പ് ഒരു വ്യക്തിയെ ചുറ്റുന്നത് പോലെ, ഒരു മൃഗത്തെ ചുറ്റുന്ന പോലെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന പാമ്പിന്റെ കെട്ട് യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഉടകലകച്ചട ഹംബരാക്ഷന സത്തര ലഗജഘടകതികാരകക്ഷ. പാമ്പ് ജീവികളെ ചുറ്റി വളഞ്ഞ് വിഴുങ്ങുന്നത് പോലെ വ്യക്തിയുടെ മേൽ ചുറ്റി വളഞ്ഞ് ആ വ്യക്തിയെ വിഴുങ്ങുവാൻ നടക്കുന്ന ഉടകലകെട്ട ആ ശക്തിയുടെ മേൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ആ കെട്ടഴിയട്ടെ, അഴിഞ്ഞു പോകാ യേശുവിന്റെ നാമത്തിൽ. വരിഞ്ഞു മുറുകിയിരിക്കുന്ന കെട്ട് യേശുവിന്റെ നാമത്തിൽ നിന്ന് പകൽക്കാലം അഴിഞ്ഞു പോകാ. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിനെ അഴിക്കുന്നു വിശ്വാസത്താൽ. തലമുറകളുടെ മേൽ അപമാനമിട്ടുകൊണ്ട് തലമുറകളെ അടകലകക്ഷ പിഴുതെറിയുവാൻ, തലമുറകളെ പറിച്ചു മാറ്റുവാൻ, വിശ്വാസ ഗോളത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ കൊണ്ടുവരുന്ന പോരിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഒന്നും യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നത് തൊട്ടുപോകരുത്. ഉടകപ്പെട്ട രംഗക്ഷന സത്തരാലക ജാതരകക്ഷ ഖമനകക്ഷ ഡമട്ടുന സിത ശിബാരകച്ചുടേ രബക്ഷിരീഷ്. കൃപ 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 കൃപ. അല്പസമയങ്ങൾ ദൈവജനത്തെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് നമുക്ക് ദൈവത്തെ കാത്തിരിക്കാം. വായിക്കാം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. ഉണ്ടോ? അപ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. യേശു മറ്റൊരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. ഈ ആത്മസ്നാനം നമുക്ക് കിട്ടുന്നത് യേശുവിലൂടെ മാത്രമാണ്. ആമേൻ. ഇത് നൽകുന്നയാൾ യേശു ക്രിസ്തുവാണ്. വേറെ ആരുടെയും അടുക്കുക എന്നാൽ കിട്ടത്തില്ല. ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു ജ്യേഷ്ഠൻ ഒരിക്കൽ ഞാൻ താമസിക്കുന്ന ഫെയ്ത്ത് ഹോമിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നു, 16 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ തമ്പി എന്നാണ് വിളിക്കണം. തമ്പി, എനിക്ക് ആത്മാവിനെ കിട്ടിയെന്ന് പറഞ്ഞു. സമുദായക്കാരനാണ്. ഞാൻ ചോദിച്ചു, ചേട്ടൻ എങ്ങനെയാണ് കിട്ടിയെന്ന് ചോദിച്ചു. മാതാവിൻ്റെ മധ്യസ്ഥതയിലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പിശാചാന്ന് പറഞ്ഞു. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കിട്ടുന്നത് ഭൂതമാണ്, പിശാചാണ്, ദൈവത്തിൻ്റെ ആത്മാവല്ല. സമുദായക്കാർ അന്യഭാഷ പറയും. ആ അന്യഭാഷ മാതാവിനോട് പ്രാർത്ഥിക്കും. ആ അന്യഭാഷയല്ല നമ്മൾ പ്രാപിക്കുന്നത്. അത് ആത്മാവ് വേറെയാണ്. സമുദായക്കാരുടെ യേശു അല്ല നമ്മുടെ യേശു. സമുദായക്കാരുടെ യേശുവിനെ മറിയ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു വഴക്കുമില്ല. പക്ഷേ നമ്മുടെ യേശു സമ്മതിക്കത്തില്ല.
പ്രൈസ് ദി ലോർഡ്. അന്യഭാഷ പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് പോകുന്ന ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പല യോഗ്യതകളുള്ളവരായിരുന്നു. അവരുടെ ഒന്നാമത്തെ യോഗ്യത എന്താ? ലൂക്കോസ് 10:20. ശിഷ്യന്മാരുടെ ഒന്നാമത്തെ യോഗ്യത അവരോടാണല്ലോ യേശു പറഞ്ഞത്, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് യേശു പറഞ്ഞത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോടാണ്. അവരുടെ യോഗ്യതകൾ എന്താണ്? ഒന്നാമത്തെ യോഗ്യത ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. അപ്പോൾ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരായിരുന്നു ഈ ശിഷ്യന്മാർ. സ്വർഗത്തിൽ പേരുള്ളവരോടാണ് കർത്താവ് പറഞ്ഞത് കാത്തിരിക്കാൻ. എങ്ങനെയാണ് ഇവരുടെ പേര് സ്വർഗത്തിൽ വന്നത്? ഇവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഇവരുടെ പേര് കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതി. അങ്ങനെ സ്വർഗത്തിൽ പേരുള്ളവർ. എവിടെയെല്ലാം പേരുണ്ടെങ്കിലും സ്വർഗത്തിൽ പേരില്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല കേട്ടോ. ആമേൻ, ആമേൻ. വാൾ പോസ്റ്ററിൽ പേര് വന്നാലും, നോട്ടീസിൽ പേര് വന്നാലും, ബാനറിൽ പേര് വന്നാലും, മതിലെ പേര് വന്നാലും, റേഷൻ കാർഡിൽ വന്നാലും, ഐഡൻറ്റി കാർഡിൽ വന്നാലും, ആധാർ കാർഡിൽ വന്നാലും, പാസ്പോർട്ടിൽ വന്നാലും, രാഷ്ട്രത്തിൻ്റെ ഉന്നതതല രേഖകളിൽ പേര് വന്നാലും ദൈവം പേരെഴുതിയിട്ടില്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും പനിനീർക്കുളത്തിലേക്കല്ല തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. എത്ര പേർക്ക് ഉറപ്പുണ്ട് എനിക്കിനി ആ തീപ്പൊയ്ക ഇല്ല? ആ അറിവിൽ വേണം ദൈവത്തിന് സ്തോത്രം പറയാൻ. സ്തോത്രം കേട്ടാൽ അറിയണം തീപ്പൊയ്ക ഇല്ലെന്ന്. തീപ്പൊയ്ക ഇല്ലയെന്ന് ഉറപ്പോടെ സ്തോത്രം പറഞ്ഞാൽ ആ സ്തോത്രം വെളിയിലേക്ക് വരും. ഹല്ലേലൂയ. സംശയത്തോടെ പറഞ്ഞാൽ ആ സ്തോത്രം ഈ പൂവമ്പഴം വിഴുങ്ങിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. നല്ല ഉറക്കം വേണം ദൈവമക്കൾ സ്തോത്രം പറയാൻ. ഒരു സ്തോത്രം പറഞ്ഞാൽ അത് സ്തോത്രം ആയിരിക്കണം. ചിലർക്ക് സ്തോത്രം പറയാനില്ല, അവർ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അവരങ്ങനെ ഇരിക്കട്ടെ, സ്തോത്രം എന്ന് പറ. ഇനി അങ്ങനെ പറയാൻ അറിയില്ലെങ്കിലും തെറ്റായി പറഞ്ഞാലും ഹൃദയമാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം ഭാഷാശുദ്ധിയല്ല ദൈവം നോക്കുന്നത്, ഹൃദയമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ സ്തോത്രമാണെങ്കിൽ പുറമെ എന്തു വന്നാലും ദൈവം അത് സ്തോത്രമായിട്ട് എടുക്കും. ഗ്ലോറി എന്ന് പറയേണ്ടതിന് പകരം അമ്മച്ചി ലോറി എന്ന് പറഞ്ഞാൽ ദൈവം അത് ലോറി എന്നെടുക്കാതെ ദൈവം അത് ഗ്ലോറി എന്നെടുത്ത് അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ദൈവം നോക്കുന്ന ഹൃദയങ്ങളെയാണ്, പുറമേ അല്ല. പ്രൈസ് ദി ലോർഡ്. പുറമേ നല്ല ചാതുര്യമായിട്ട് നല്ല വൃത്തിയായിട്ട് സംസാരിച്ചാലും അകം ശരിയല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. കുളത്തിൻ്റെ വക്കത്ത് കൊക്ക ഇരിക്കുമ്പോൾ മത്സ്യങ്ങളുടെ വിചാരം കൊക്കപ്പച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ഊഹിച്ച് പ്രാർത്ഥിക്കുകയാണെന്നാണ്. കൊക്കിൻ്റെ ആ ഇരിപ്പും ആ തലയുടെ പിടുത്തവും ആ ചുണ്ടിൻ്റെ ആകൃതിയും ആ ഇരിപ്പ് കണ്ടാൽ വലിയപ്പച്ചനായ കൊക്ക് നല്ല ശുഭ്രവസ്ത്രധാരിയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഊഹിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്നാൽ ഈ അപ്പച്ചനെ ഒന്ന് അടുത്ത് കാണാമെന്ന് കരുതി ഏതെങ്കിലും ചെറു മത്സ്യങ്ങൾ പൊങ്ങി വന്നാൽ ഈ കൊക്ക് ഒറ്റ കൊത്തും അകത്താക്കും. അപ്പോഴാണ് മറ്റ് മീനുകൾക്ക് മനസ്സിലാക്കുന്നത് കൊക്കപ്പച്ചൻ്റെ പുറം വെളുത്തിരുന്നാലും അകം കറുപ്പാ. പുറം വെളുത്താൽ മാത്രം പോരാ, അകം കൂടെ വെളുക്കണം. പ്രൈസ് ദി ലോർഡ്. അകം വെളുത്താൽ പുറത്തൊരു മാറ്റം ഉണ്ടാകും. ചെല്ലു പറഞ്ഞിരിക്കുന്നത് എൻ്റെ അകം വെളുത്തു പാസ്റ്ററെ, പുറത്ത് മാറ്റം വരണോ? പുറത്തുണ്ടാകും. ഒരുവൻ താമസിക്കുന്ന ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു മനുഷ്യൻ താമസിക്കുന്ന വീടിൻ്റെ പരിസരം വൃത്തിയായി കിടക്കും. മദ്യപാനിയുടെ വീടിൻ്റെ പരിസരം വൃത്തിയായി കിടക്കത്തില്ല. അവൻ തന്ന കോഴിമുട്ടയുടെ തൊണ്ടും അവൻ കുടിച്ച ചാരായത്തിൻ്റെ കുപ്പിയും മുറ്റം തൂക്കാതെ വൃത്തിഹീനായി കിടക്കും. പിന്നെ ബാക്കി ഞാനിപ്പോൾ പറയുന്നുമില്ല. എന്നാൽ ഒരു നല്ല മനുഷ്യൻ താമസിക്കുന്ന വീടിൻ്റെ പരിസരം വൃത്തിയായിരിക്കുന്നത് പോലെ സ്വത്രം അകത്ത് നമുക്ക് വൃത്തി വന്നാൽ പുറത്ത് വൃത്തി ഉണ്ടാകും. ശരീരത്തിൻ്റെ കളറല്ല, അഴകല്ല ഞാൻ പറയുന്നത്, വൃത്തി ഉണ്ടാകും. ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂങ്കിലും അത് അലക്കി വെളുപ്പിച്ച് നടക്കും. ചിലരുണ്ട് ഉപവാസമാണെന്ന് പറഞ്ഞ് പല്ല് തേക്കത്തില്ല, ഉപവാസമാണെന്ന് പറഞ്ഞ് കുളിക്കത്തില്ല, പ്രത്യേക ഉരുവത്തിലിരിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചു എന്താ ഇങ്ങനെ? ഉപവാസ. നീ പോയി കുളിക്കുക. ഉപവാസം എടുക്കുന്നവരെ എൻ്റെ ഭാഷ പറഞ്ഞാൽ ദിവസത്തിൽ 2 നേരം പല്ല് തേക്കണമെന്നാണ്. 2 നേരം തേച്ചാലും നമ്മുടെ വായ അത്ര വൃത്തിയായിരിക്കത്തില്ല. അതുപോലത്തെ വായാണ് നമ്മുടെ വായ. അങ്ങനെയെങ്കിൽ പിന്നെ തേക്കാതിരുന്നാൽ ഉപവാസ പ്രാർത്ഥന. പല്ല് തേക്കാൻ സമയമില്ല, കുളിക്കാൻ സമയമില്ല, തലമുടി ചെയ്യാൻ സമയമില്ല, തുണിയലക്കാൻ സമയമില്ല. ഉപവാസ. അങ്ങനെ ഉപവസിക്കേണ്ട. ഉപവസിക്കുന്നവർ 2 നേരം കുളിക്കണം. സ്തോത്രം. നമ്മുടെ ഉപവാസം മനുഷ്യനെ കാണിക്കാനല്ല, ദൈവത്തെ കാണിക്കാനാണ്. ചിലണ്ട് ഉപവാസം എന്ന് പറയും. പ്രൈസ് എന്തിനാണെന്നറിയാവോ? പേരെടുക്കാൻ. ഞാൻ ഇത്ര ദിവസം ഉപവസിച്ചു. പക്ഷേ ഇവിടെയുള്ളവർ ഉപവസിക്കുന്ന പേരെടുക്കാനല്ല. സ്തോത്രം.
പേരെടുക്കാനല്ല നമ്മുടെ ഉപവാസം. പിന്നെയോ നാമും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ജാതി എന്നുള്ള തർജ്ജമ തെറ്റാണ്. മൂലഭാഷയിൽ ഈ വക ബാധകൾ എന്നാ. പ്രൈസല പൈശാചിക ബാധകളെക്കുറിച്ച് ആ ഗ്രീക്ക് ബൈബിളിൽ പറയുന്നത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി എന്നല്ല, ഈ വക ബാധകൾ നീങ്ങിപ്പോകുന്നില്ല. പൈശാചിക ശക്തിയുടെ മേൽ നമുക്ക് വിജയം കിട്ടണമെങ്കിൽ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. അതിനുവേണ്ടി സമയം മാറ്റിവെച്ചാൽ ഒരിക്കലും അത് നഷ്ടമല്ല, അത് ലാഭമാണ്. പക്ഷേ പ്രായമായ നമ്മുടെ അപ്പച്ചന്മാർക്കൊന്നും അങ്ങനെ ഉപവസിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഷുഗർ രോഗികൾ കാണും, ഉപവസിക്കേണ്ട, ആരോഗ്യമുള്ള കാലത്ത് എടുത്തല്ലോ. സ്തോത്രം. അത് ദൈവം അറിഞ്ഞിട്ടുണ്ട്. ഇനി പറ്റുമെങ്കിൽ എടുത്താൽ മതി, പറ്റാതെ എടുത്ത് ആശുപത്രി പോയി കിടക്കരുത്. ഒരിക്കലും സഹോദരി ഉപവാസം എടുത്തു, പ്രൈസ വെള്ളം പോലും ശരിക്കും കുടിച്ചില്ല, ഉപവാസം എടുത്ത് ഞായറാഴ്ച സഭായത്തിന് വരാൻ കഴിയാതെ ഞായറാഴ്ച ആശുപത്രി പോയി കിടന്നു. ഹല്ലേലൂയ. അതിൽ നല്ലത് നേന്ത്രപ്പഴം മുങ്ങി തിന്ന് ഞായറാഴ്ച സഭായം കൂടുന്നതാണ്. സ്തോത്രം. ഉപവസിച്ചിട്ട് ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഭാഷ നേന്ത്രപ്പഴം പുഴുങ്ങി തിന്ന് ഉറക്ക ഹല്ലേലൂയ പറയണം. സ്തോത്രം. എന്താ ഹല്ലേലൂയ പറയാത്ത? പാസ്റ്റർ 16 ദിവസമായിട്ട് ഉപവാസ, അതുകൊണ്ട് എൻ്റെ തൊണ്ടയടഞ്ഞു പോയി, എനിക്ക് പറ്റുന്നില്ല ഉറക്ക ഹല്ലേലൂയ പറയാൻ. ഉപവാസം നിർത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 2 നേന്ത്രപ്പഴം പുഴുങ്ങി തിന്നുക, നല്ലൊരു 8 ഗ്ലാസ് ചായയും കുടിക്കുക, എന്നിട്ട് വൈകുന്നേരത്തെ യോഗത്തിന് വന്ന് ഉറക്ക ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. ശാപ്പാട് കഴിക്കുന്നവരെക്കാൾ ശക്തി കിട്ടാനാ ഉപവസിക്കണേ. ഹല്ലേലൂയ. ഉപവസിച്ച് കഴിഞ്ഞാൽ ശാപ്പാട് കഴിക്കുന്നതിനേക്കാൾ ശക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഉപവാസം എടുക്കുന്ന കാലത്ത് ഞാൻ തടി വെച്ച് വന്നു. സ്തോത്രം. ഇപ്പം ഞാൻ തടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴുള്ള വയറൊന്നും എനിക്കിപ്പോൾ ഇല്ല. അതെങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് വിദ്യയുണ്ട്, യോഗ വന്നാൽ പറഞ്ഞുതരാം. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഈ തടി വെച്ചിരുന്നാലേ ഒന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. സ്വന്തം ഞാൻ നോക്കിയപ്പോൾ ഉപവാസ ജീവിതം എടുത്ത് വന്നപ്പോൾ തടി വെച്ച് വരികയാണ്. എൻ്റെ ശരീരപ്രകൃതി അങ്ങനെ, ദൈവം അങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചേക്കണേ. തടി വെച്ച് വരികയാണ്. ഞാൻ നോക്കിയപ്പോൾ ഈ മോഡലിലങ്ങ് പോയാൽ ദൈവം ആയുസ് എന്ന 5 കൊല്ലോടെ കഴിഞ്ഞാൽ സ്ഥിതി എന്താകും? സ്വത്രം. ഞാൻ ഉദ്ദേശിക്കുന്ന പരിപാടികൾ നടക്കത്തില്ല, ബുദ്ധിമുട്ട് വരും. ഹല്ലേലൂയ. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് കുറയ്ക്കണമല്ലോ. ഹല്ലേലൂയ. അങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വത്രം. ഇപ്പം നേരത്തെ അത്രയും തടിയില്ല എനിക്ക്, 10 കിലോയിൽ കുറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. 80ലേക്ക് കയറിയതായിരുന്നു, 80 ആയിരുന്നു. ഇപ്പോൾ 69 ശിഷ്ടാണ്. ഇനി ഇതുപോലെ ഇതിലും കുറയ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വോത്രം. എത്ര നാൾ ഈ ഭൂമിയിൽ കർത്താവ് തരുമെന്ന് അറിഞ്ഞുകൂടാ. തരുന്ന നാൾ ഉഷാറായിട്ടിരിക്കണം. കൈ കൊട്ടാൻ കഴിയാതെ ചിത്രശലഭം ചിറകുവിടർത്തുന്നോണല്ല നമ്മൾ കൈ കൊട്ടുണ്ട്. ചില കൈ കൊട്ടുണ്ട് യേശുവോടു ചേർന്നിരിപ്പ. കാരണം കൈ കൊട്ടാൻ പറ്റുന്നില്ല. കാരണം എന്താ പറയുക, നെയ്മീനും തിന്ന് നല്ല ബീഫും അടിച്ച് പിന്നെ ആട്ടിറച്ചിയും തിന്നിട്ട് ഉള്ള എന്തുവാ പറ എന്താ വന്ന് കയറിയേ? ഇതൊക്കെ വന്ന് കയറിയിട്ട് കൈ കൊട്ടാൻ വയ്യ, നൃത്തം ചെയ്യാൻ വയ്യ, സ്വത്രം പറയാൻ വയ്യ. ഓ, ഞാൻ ഉപവസിച്ചിട്ട് എനിക്ക് വണ്ണം കൂടി വന്നു. ഹല്ലേലൂയ. കഴുത്ത് ഇങ്ങോട്ട് തിരിക്കാൻ വയ്യ, വേദന. സ്വത്രം. ഞാൻ ദിവസത്തിൽ ഒരു ഭക്ഷണമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭക്ഷണം അത്താഴ കഴിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അത് ഉച്ചയ്ക്കാക്കി. ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകത എന്നറിയാവോ? ആദ്യ കാലത്തൊക്കെ എനിക്ക് വണ്ണം കുറവായിരുന്നു. പിന്നെ ഇത് ശരീരം അങ്ങോട്ട് പഠിച്ചു. ശരീരം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഉണങ്ങിയ മണ്ണിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം ഒഴുകിപ്പോകത്തില്ലല്ലോ. ഇല്ല ജോർജ് പാസ്റ്ററെ, വെള്ളം ഭൂമി അങ്ങ് കുടിക്കും. ഇതുപോലെ ശരീരത്തിന് ആഹാരം കൊടുക്കാതിരുന്നിട്ട് പിന്നെ അങ്ങ് ശരീരത്തിന് ആഹാരം കൊടുക്കുമ്പോൾ അത് മൊത്തം ശരീരം വാ തുറന്നങ്ങ് എടുക്കും. കഴുത്തിങ്ങോട്ട് ഇരിക്കുമ്പോൾ വേദന. ഞാൻ ഗുജറാത്തിലൊരു യോഗത്തിന് പോയി. ദൈവം എന്താ ചെയ്തതെന്നറിയാവോ? ഞാൻ മരുന്നില്ലാന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവം എൻ്റെ കഴുത്തിൻ്റെ വേദന മാറ്റാൻ വേണ്ടി എനിക്ക് ശക്തമായൊരു അസുഖം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. സ്വന്തം ഒരു യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചില്ല, കിടപ്പായി പോയി. പിന്നെ കേരളത്തിൽ വന്നിട്ടാണ് ഒന്ന് തല അനച്ച് കുളിക്കുന്നത്. അതുവരെ ഒന്ന് തുടച്ച് വൃത്തിയായി നടക്കുകയായിരുന്നു. കാരണം എന്താ, അതുപോലത്തെ അസുഖം വന്നു. യോഗത്തിൽ പ്രസംഗിക്കണ്ടേ, കുളിച്ച അസുഖം കൂടുതലായി കഴിഞ്ഞാൽ അവരെന്നെ എടുത്ത് ചിലപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഞാൻ മുഖൽസിപ്പെട്ട് വീണ. അതുകൊണ്ട് ഞാൻ തലമുടിയൊക്കെ നനഞ്ഞ മുടി പിഴിഞ്ഞ് തുടച്ച് മേലൊക്കെ തുടച്ച് ഒരു പ്രത്യേക പരുവത്തിലൊക്കെ അവിടുത്തെ യോഗകളിൽ സംബന്ധിച്ചു. കേരളത്തിൽ വന്നിട്ട് അസുഖം പൂർണ്ണമായി മാറിയേ. ഒരു ഗുണമുണ്ടായി. ആ രോഗം മാറിയപ്പോൾ എൻ്റെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേദന പോയി. ഗുളിക കഴിച്ചിട്ടല്ല, അസുഖം വന്നപ്പോൾ. ദൈവത്തിനറിയാം ഇവൻ്റെ വേദന മാറണമെങ്കിൽ ഇവൻ ഗുളിക കഴിക്കത്തില്ല, അപ്പോൾ അസുഖം ഇട്ട് കൊടുക്കാം. ഹല്ലേലൂയ. അസുഖം വന്നപ്പോൾ അത് പോയി. എനിക്കൊരപ്പച്ചനറിയാം, അപ്പച്ചന് തലവേദനയായിരുന്നു. ആ തലവേദന എങ്ങനെ ദൈവം മാറ്റി കൊടുത്തെന്നറിയോ? ഒരു വണ്ടി വന്ന് ഒറ്റ ഇടി ഇടിച്ചു, തല ഇവിടെ പൊട്ടി. അതോടുകൂടെ തലവേദന പിന്നെ ആയുസിലുണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ഈ പരിപാടിയുണ്ട്. ചില വീഴ്ചയൊക്കെ നമ്മുടെ ചില വേദന മാറ്റാനാ. നമ്മൾ വിചാരിക്കും വീഴല്ലേ, വീഴാതെ പ്രാർത്ഥിക്കുകയാണ്. സ്വത്രം. ചില ദൈവം വീഴ്ത്തിയിട്ടാണ് ചില രോഗങ്ങൾ മാറ്റണേ. അങ്ങനെ ദൈവത്തിന് ചില കയ്യിൽ ചില പരിപാടികളൊക്കെ ഉണ്ട്. സ്വത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഇവിടെ ഒരു വിലക്കം വന്നു, ഒരു കുറ്റി വലിച്ച് പറിച്ചതാണ്. ഇവിടെ ഒരു വിലക്കം വന്നു. വിലക്കം വന്നപ്പോൾ എൻ്റെ അപ്പന് 136 കിലോയായിരുന്നു. ഇവിടെ ഒരു വിലക്കം വന്നു. വിലക്കം വന്നപ്പോൾ വിലക്കം എങ്ങനെ മാറ്റി കൊടുത്തതെന്നറിയാവോ? എൻ്റെ അപ്പന് ഇടയ്ക്കിടയ്ക്ക് ഈ വിലക്കം വരും. വലിയ ആരോഗ്യവാനാ. ഇടയ്ക്കൊരു വിലക്കം വരും. തിരുവനന്തപുരംകാരനായ ഒരു മാഷ് വർഷങ്ങൾക്ക് മുമ്പ് പിറവത്ത് ആ ഭാഗത്ത് വന്ന് താമസം ഉണ്ടായിരുന്നു. ആ മാഷ് വലിയ അഭ്യാസിയായിരുന്നു. സ്വത്രം 19 കൊല്ലം മുമ്പുള്ള കാര്യം ഞാനീ പറയണേ. ആ മാഷ് ഒരു അഭ്യാസിയായിരുന്നു. എൻ്റെ അപ്പൻ ആ മാഷ് എടുക്ക തിരുമാൻ പോയി. ആ തിരുമി കഴിഞ്ഞ് ഓരോ ദിവസം ചെന്ന് തിരുമി പല ദിവസം തിരുമി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ദിവസത്തെ പരിപാടി എങ്ങനെയായിരുന്നു? അപ്പനോട് ഒരു സ്ഥലത്ത് ഇങ്ങനെ 2 കൈ ഇങ്ങനെ താഴോട്ടിട്ട് നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ മാഷ് പിന്നാക്കം പോയി. മാഷ് ചോടയിൽ ഒറ്റ വരവ് വന്നു. ഈ മാഷാണെങ്കിൽ വളരെ ഉയരം കുറച്ചൊരു മനുഷ്യനായിരുന്നു അപ്പം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ചെറിയ മാഷ് ഒറ്റ വരവ് വന്നിട്ട് എൻ്റെ അപ്പൻ്റെ അടുത്ത് വന്നിട്ട് 2 കയ്യിലും പിടിച്ച് പൊക്കി ഒറ്റ കറക്കം താഴ്ത്തിട്ടിട്ടു അപ്പനെ. അപ്പൻ്റെ കാല് നിലത്ത് കുത്തിയപ്പോൾ ഈ നെറുകം തലയ്ക്ക് മാഷ് ഒരു ഒറ്റ അടി കൊടുത്തു. അതിനുശേഷം മരിക്കുന്നവരെ വേദന ഉണ്ടായിട്ടില്ല. അപ്പം മരിച്ച് 91 വയസ്സിലാണ്. അടിച്ച വേദന മാറണേ. അതാണ് അഭ്യാസം. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ശരിക്കൊന്ന് കൈകൊട്ടി ആരാധിക്കാവോ? ആ വേദന പോവും. പലരുടെയും രോഗം സ്തോത്രം ദൈവത്തെ ഒന്ന് ആരാധിക്കാത്തതാണ്. ആമേൻ. പറഞ്ഞു രാവിലെ ഞാനും എൻ്റെ വൈഫും നടക്കാൻ പോകുന്നുണ്ട്, പാസ്റ്റർ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ വ്യായാമം റോട്ടിക്കട രാവിലെ നടന്നല്ല, എൻ്റെ വ്യായാമം യോഗത്തിലാണ്. സ്തോത്രം. രാവിലെ ഒന്ന് സുഖമായി കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് റോഡെ ട്രൗസറിട്ട് ഓടി വല്ല വണ്ടി വന്ന് ഇടിച്ച് ഹല്ലേലൂയ. അങ്ങനെയുള്ളവരല്ല നമ്മൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെങ്കിലും രാവിലെ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. നിങ്ങൾ നടന്നു, നല്ലതാ. പക്ഷേ യോഗത്തിൽ നന്നായി ഒന്ന് ആരാധിച്ചാൽ രാവിലെ ഓടേണ്ടി വരില്ല. നമ്മുടെ ആളുകളുടെ യോഗത്തിൽ വന്ന് അനങ്ങത്തില്ല, അങ്ങനെ ഇരിക്കും. എന്നിട്ട് രാവിലെ ഓട്ടടാ ഓട്ടം ഓടിക്കൂ. എന്നാൽ ഈ യോഗത്തിൽ വന്ന് ശരിക്കൊന്ന് ആരാധിച്ചാൽ ആ ഓട്ടത്തിന് പകരമായി ദൈവനാമത്തിന് മഹത്വമായി അടുത്തിരിക്കുന്ന ആൾ ഔഷധവും പ്രാപിക്കും. സ്തോത്രം. നമുക്കും വിടുതൽ, യോഗത്തിന് വന്നവർക്കും വിടുതൽ. രാവിലെ സുഖമായി കിടന്നുറങ്ങാം. സ്തോത്രം. യോഗത്തിൽ ശരിക്കൊന്ന് ആരാധിച്ച് ആ പിത്തവും വാദവും ഉളുക്കും ഒടിവും ചതവും ഒക്കെ മാറിക്കിട്ട് മാറ്റാനായിട്ട് കർത്താവ് വന്നിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്? ഓ, ഈ ലോകം മൊത്തം വിലയ്ക്ക് വാങ്ങിക്കാനുള്ള പണം കൊടുത്താലും അവിടെ പേരെഴുതാൻ പറ്റത്തില്ല. അവിടെ പേരെഴുതണമെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് അനുമാനിക്കാന്നല്ല, നിത്യജീവൻ ഉണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ കിട്ടുമെന്ന് തോന്നുന്നു. പിശാചേ, നീ പോയി പണി നോക്ക്. തോന്നുന്നല്ല, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ ഞാൻ മരിച്ചാൽ എന്നെ സ്വർഗത്തിൽ കാണാം? ഞാൻ മരിക്കുമ്പോൾ എനിക്ക് സുബോധമുള്ള സമയമാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മരണ ദിവസമായിരിക്കും. എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. മരിക്കണേക്കാൾ കുറച്ച് മുമ്പ് ബോധം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ സന്തോഷിക്കാൻ പറ്റില്ല. ബോധത്തോടെയാണ് മരിക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് 100% സന്തോഷത്തോടെയായിരിക്കും ഇവിടുന്ന് പോകണേ. അതിനുവേണ്ടി കാത്തിരിക്കുക. ഓരോ ദിവസം ചെല്ലും തോറും, ഓരോ വയസ്സ് കൂടുന്തോറും നമ്മൾ ആശ വെച്ച നാടിനോട് അടുത്തു. എത്ര പേരത് സന്തോഷിക്കുന്നുണ്ട്? നമ്മൾ ചെറുപ്പക്കാരനാകാനല്ലേ ആഗ്രഹിക്കുന്നത്. വല്ല വിധേനവും കർത്താവ് ഏൽപ്പിച്ചൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നശ്വരമായ ലോകത്തിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതിന് ദൈവത്തിന് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. നമുക്ക് മനോഹരമായൊരു വീടുണ്ട് പ്രിയപ്പെട്ടവരെ. എത്ര പേര് അങ്ങോട്ട് പോയേ നമുക്ക് മുമ്പേ. അവരെയൊക്കെ ചെന്നൊന്ന് കാണണ്ടേ? എത്ര പേരെയാ നമ്മൾ യാത്ര അയച്ചേ? സ്തോത്രം. അവരെയൊക്കെ ഒന്ന് കാണണ്ടേ? എല്ലാവരും അവിടെ വരില്ലേ? എല്ലാവരും വരില്ലെന്ന്, എല്ലാവരും അവിടെ വരികയില്ലെന്ന്. എൻ്റെ തൃശ്ശൂർ ഭാഷയും കോട്ടയം ഭാഷയും എറണാകുളം ഭാഷയും കൂടെ ചേർത്ത് കുഴച്ചതാണ് എൻ്റെ ഭാഷ. അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാക്കും. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിൽ, വളർന്നത് തൃശ്ശൂർ ജില്ലയിൽ, ബൈബിൾ പഠിച്ചത് കോട്ടയം ജില്ലയിൽ. അതുകൊണ്ട് 3 ജില്ലയുടെ ഭാഷ ഇങ്ങനെ കലർന്ന് കിടക്കുകയാണ് എൻ്റെ ഭാഷ. അതുകൊണ്ട് തിരുവനന്തപുരംകാരായ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് ദൈവം തമ്പുരാൻ അറിയാലോ. അത് മനസ്സിലാകുന്ന പിടിച്ചെടുത്തു. സ്തോത്രം, സ്തോത്രം. വർക്കൊരു കല്ലേലി പറഞ്ഞു, ഒരു നഷ്ടം വരികയില്ല. അടുത്തത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലെല്ലാം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ. അപ്പോൾ ഇവർക്ക് എന്തുണ്ടായിരുന്നു? സന്തോഷം ഉണ്ടായിരുന്നു. ലോകം തരുന്ന സന്തോഷമല്ല, സ്വർഗത്തിൽ പേരെഴുതിയതിലുള്ള സന്തോഷം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ പേര് ദൈവ സ്വർഗത്തിൽ എഴുതി. പ്രൈസ് ദി ലോർഡ്.
മൂന്നാമത്തെ അവരുടെ യോഗ്യത എന്താണ്? യോഹന്നാൻ 15:3. പെട്ടെന്ന് വായിച്ചേ. യോഹന്നാൻ 15:3. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇവർ വിശുദ്ധന്മാരായിരുന്നു ഈ ശിഷ്യന്മാർ. 1, സ്വർഗത്തിൽ പേരുള്ളവർ. 2, സ്വർഗീയ സന്തോഷമുള്ളവർ. 3, വിശുദ്ധന്മാർ. പ്രൈസ് ദി ലോർഡ്. പോപ്പ് വിശുദ്ധനാക്കുമ്പോഴല്ല പാപി വിശുദ്ധനാകുന്നേ, പിന്നെയോ ദൈവവചനം കേട്ട് വിശ്വസിക്കുമ്പോഴാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് അശുദ്ധൻ വിശുദ്ധനാക്കുന്നത്. ഇത് വിട്ടുള്ള ഉപദേശങ്ങളെല്ലാം വേദോപരീതമാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും? യേശുവിൽ വിശ്വസിച്ചു എന്ന ഏക കാരണം കൊണ്ട് അശുദ്ധനായ ഞാൻ വിശുദ്ധനായി. അടുത്ത യോഗ്യത, ഇവർ സ്നാനപ്പെട്ടവരായിരുന്നു. യേശു പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. 1, വീണ്ടും ജന്മം പ്രാപിച്ച സ്വർഗത്തിൽ പേരുള്ളവർ. 2, സ്വർഗീയ സന്തോഷമുള്ളവർ. 3, വിശുദ്ധീകരണം പ്രാപിച്ചവർ. 4, സ്നാനപ്പെട്ടവർ. 5, മത്തായി 10:5. അഞ്ചാമത്തെ യോഗ്യത എന്താ? സ്പീഡിൽ വായിക്കുക. മത്തായി 10:5. ആ ആ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ വിട്ടപ്പോൾ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീനെന്ന് നിങ്ങൾ പറയണം. ഇവർ നല്ല പ്രസംഗകരായിരുന്നു. പ്രസംഗം അറിയാത്തവരെ കർത്താവ് പ്രസംഗിക്കാൻ വിടുവോ? ഡ്രൈവിംഗ് പഠിക്കാത്ത ഒരുവൻ്റെ കയ്യിലേക്ക് നമ്മൾ 70 ലക്ഷം രൂപയുടെ കാറിൻ്റെ ചാക്കോലെടുത്ത് കൊടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറയുമോ? ഡ്രൈവ് ചെയ്താൽ അവനും ചാവും, കയറിയിരിക്കുന്ന നമ്മളും ചാവും, അല്ലേ? അപ്പോൾ ഇവർക്ക് പ്രസംഗിക്കാൻ അറിയായിരുന്നു. അടുത്ത യോഗ്യത, താഴെ വായിക്കുമ്പോൾ യേശുവിനോട് പറയുകയാണ്, നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, സൗജന്യമായി നിങ്ങൾക്ക് കിട്ടി, സൗജന്യമായി കൊടുപ്പീൻ. ആമേൻ, ആമേൻ. രോഗശാന്തിവരം, ഭൂതശാന്തിവരം, കുഷ്ഠരോഗശാന്തിവരം, മരിച്ചവരെ ഉയർപ്പിപ്പാനുള്ള വരപ്രസാദം, 4 വരങ്ങളുള്ളവരായിരുന്നു ഇവർ. അപ്പോൾ 1, വീണ്ടും ജനിച്ചതിനാൽ സ്വർഗത്തിൽ പേരുണ്ട്. 2, സ്വർഗീയ സന്തോഷമുണ്ട്. 3, വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധന്മാരാണ്. 4, സ്നാനപ്പെട്ടവരാണ്. 5, പ്രസംഗിക്കാൻ കഴിവുണ്ട്. 6, മരിച്ചവരെ ഉയർപ്പിക്കാനും രോഗിയെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും കുഷ്ഠരോഗിയെ ശുദ്ധമാക്കാനുമുള്ള വരമുണ്ട്. ഇത്ര യോഗ്യതയുള്ള ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷിയായാൽ മതിയെന്ന്. സുവിശേഷ വേലയ്ക്ക് ഇത്ര യോഗ്യതകൾ പോരെ? പഴയ നിയമത്തിൽ അന്യഭാഷ പ്രാപിക്കാത്തവർക്ക് രോഗശാന്തി വരം ഉണ്ടായിരുന്നു. രോഗശാന്തി വരം പഴയ നിയമത്തിലുള്ളതാ. കുഷ്ഠരോഗശാന്തി വരം ഉണ്ടായിരുന്നു. നയമാൻ്റെ കുഷ്ഠത്തെ ഏലീശ മാറ്റിക്കൊടുത്തു. ഭൂതത്തെ പുറത്താക്കാനുള്ള വരമുണ്ടായിരുന്നു. ദാവീദ് കിന്നരം വായിക്കുമ്പോൾ ശൗലിൻ്റെ ഭൂതം പോകുമായിരുന്നു. ഏലിയാവും ഏലീശയും മരിച്ചവരെ ഉയർപ്പിച്ചു. ഈ വരമൊക്കെ പഴയ നിയമത്തിലുണ്ടായിരുന്നു, അന്യഭാഷ കൂടാതെ. ആ അളവിൽ ഈ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. ഈ 6 അനുഗ്രഹങ്ങളെക്കാൾ ഒരു വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മ സ്നാനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഈ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരോട് നിങ്ങൾ കാത്തിരിക്കാൻ. SLC പാസ്സായ ഒരാളോട് നമ്മൾ LKG പോയി ഇരിക്കാൻ പറയാറുണ്ടോ? പറഞ്ഞാൽ അവൻ ഇരിക്കുമോ? നമ്മൾ പറയുമോ? അങ്ങനെയെങ്കിൽ ഇത്രയും യോഗ്യതയുള്ളവരോട് കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിക്കണമെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇതിലൊക്കെ വലിയൊരു അനുഗ്രഹമാണ് അന്യഭാഷാ ഭാഷണം. അത് മണവാട്ടി സഭയ്ക്കും മാത്രമുള്ളതാണ്. മനസാക്ഷിയുഗ രക്ഷയിൽ അന്യഭാഷയില്ല ആ രക്ഷിത ഗണത്തിന്. ന്യായപ്രമാണയുഗ രക്ഷയിൽ രക്ഷിക്കപ്പെട്ടവർക്ക് അന്യഭാഷയില്ല. മഹാപീഡനകാലത്ത് യേശു വന്നാൽ പിന്നെ ഇവിടെ മഹാപീഡനത്ത് 7 കൊല്ലം രക്ഷാ സംവിധാനമുണ്ട്, അവർക്ക് അന്യഭാഷയില്ല. അത് കഴിഞ്ഞ് സഹസ്രാബ്ദ വാഴ്ചയാണ്, അവിടെയും ഭാവിക്ക് രക്ഷയുണ്ട്, പക്ഷേ അവിടെ അന്യഭാഷയില്ല. പ്രൈസ് ദി ലോർഡ്. യുഗപരമായി രക്ഷയുള്ള ബന്ധത്തിൽ നാം പഠിച്ചാൽ അന്യഭാഷയുള്ളത് രക്ഷിക്കപ്പെട്ടവർക്ക് കൃപായുഗത്തിൽ മാത്രം. കൃപായുഗ വിശ്വാസികൾക്കുള്ള മറ്റ് യുഗവിശ്വാസികൾക്ക് ഇല്ലാത്ത അനുഗ്രഹങ്ങൾ 1. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വസിച്ച മാത്രം മതി കൃപയാൽ സൗജന്യമായി രക്ഷ. പഴയ നിയമത്തിൽ യാഗം കഴിക്കണം, പീഡനകാലത്ത് അവസാനത്തോളം സഹിച്ചു നിൽക്കണം കേട്ടോ. 2, നമുക്ക് മാത്രമുള്ള അനുഗ്രഹം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനം, അത് വേറെ ആർക്കും ഇല്ല. 3, നമുക്ക് മാത്രമുള്ള അനുഗ്രഹം, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ട് അതിൻ്റെ അടയാളമായി അന്യഭാഷ പറയുക, അത് നമുക്ക് മാത്രമുള്ള അനുഗ്രഹം. 4, നമുക്ക് മാത്രമുള്ള അനുഗ്രഹം, തിരുവത്താഴം. എന്തുകൊണ്ട് ഈ 4 അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രം? നമ്മളാണ് മണവാട്ടി കേട്ടോ. ദൈവം കഴിഞ്ഞാൽ നിത്യതയിൽ 2ാം സ്ഥാനം മണവാട്ടിക്കാണ്. പ്രൈസ് ദി ലോർഡ്. മനസാക്ഷി യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും പീഡനകാലത്തും സഹസ്രാബ്ദത്തിലും രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ, ഹല്ലേലൂയ, പുതിയ യെരൂശലേമിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ പ്രാകാരത്തിൽ താമസിക്കുമ്പോൾ കൃപായുഗ വിശ്വാസികൾ ആ പുതിയ യെരൂശലേമിന്റെ അകത്ത് ദൈവത്തോടു കൂടെ വസിക്കും. നമ്മുടെ വാസസ്ഥലം പ്രാകാരത്തിൽ മുറ്റത്തല്ല, നമ്മുടെ വാസസ്ഥലം മതിൽക്കെട്ടിന്റെ ഉള്ളിൽ മന്ദിരത്തിന്റെ വെളിയിലല്ല. നമ്മുടെ വാസസ്ഥലം പുതിയ യെരൂശലേം എന്ന ദൈവ മന്ദിരത്തിന്റെ അകത്തളത്തിലാണ് നമ്മുടെ വാസം. അവിടെ അകത്ത് കയറിയിരിക്കണേ അന്യഭാഷ പറയണമെന്നായി പറയണേ. സഭ തുടങ്ങിയതേ ആത്മസ്നാനം കൊണ്ടാ കേട്ടോ. എടുക്കപ്പെടുന്ന സഭ ആ അനുഭവമുള്ള സഭയായിരിക്കും. കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഇവിടുന്ന് പോകണ്ടേ? പ്രൈസ് ദി ലോർഡ്. സഭ തുടങ്ങിയത് രക്ഷയും സ്നാനം കൊണ്ട് മാത്രമാണോ? രക്ഷയും സ്നാനം കൊണ്ട് മാത്രമാണ് സഭ തുടങ്ങിയെന്ന് വരികിൽ, പ്രൈസ് ദി ലോർഡ്, രക്ഷയും സ്നാനം മാത്രം മതിയായിരുന്നു. പെന്തക്കോസ്ത് നാളിലെ ആത്മാവിന്റെ അവരോഹണത്തോടു കൂടെയാണ് സഭ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഇവിടെ രൂപീകൃതമായേ. അങ്ങനെയെങ്കിൽ ആ അനുഭവം പ്രാപിച്ചവരാണ് മണവാട്ടി, അല്ലാത്തവർ മണവാട്ടി അല്ല. ഞാൻ ഇതിനെ ചോദ്യം ചെയ്തയാളാ. എന്നെ ഒരു അധ്യാപകൻ പഠിപ്പിച്ചു, രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ വരെയൊക്കെ പോകുന്നു. 8 പൊട്ടും വിവരമില്ലാത്ത ആളല്ല അദ്ദേഹം അങ്ങനെ പഠിപ്പിച്ചു. പെന്തക്കോസ്ത് അധ്യാപന പഠിപ്പിച്ച് രക്ഷിക്കപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ വരെയൊക്കെ പോകുന്നു. ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിലെ ക്ലാസ് കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു പെന്തക്കോസ്തുകാരനെ പാസ്റ്റർ കൺവെൻഷൻ പ്രസംഗിക്കാൻ വന്നു. കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പി.ജി. മാഷ് പറഞ്ഞു, ആ പാസ്റ്റർ ഒന്ന് തിരുമാൻ പോകാവോ എന്ന് ചോദിച്ചു. പി.ജി. റെസ്റ്റ് ഹൗസിലാണ് ഇദ്ദേഹത്തെ താമസിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് രാത്രിയിൽ ഒന്ന് തിരുമ്മി കൊടുക്കണം, കാരണം അദ്ദേഹത്തിൻ്റെ ശരീരനില അതാ. അത് എന്താണെന്ന് ചെറുപ്പക്കാർക്ക് മനസ്സിലാവില്ല, പ്രായമാകുമ്പോൾ മനസ്സിലാക്കിക്കോളും. ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു, കാരണം ഞാൻ ഉമ്മച്ചനപ്പച്ചനെ തിരുമ്മിയിട്ടുള്ളയാളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഭാഷ തിരുമുന്നത് ഈസിയാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീരുമാനം ചെന്നു. അന്ന് രാത്രി ആ ദൈവദാസൻ കൺവെൻഷനിൽ പ്രസംഗിച്ചു. പരിശുദ്ധാത്മ സ്നാനം അന്യഭാഷ അടയാളത്തോടുകൂടെ പ്രാപിക്കാത്ത ആരും കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ എടുത്തുകൊള്ളപ്പെടുകയില്ല എന്ന് പ്രസംഗിച്ചിട്ടാണ് റെസ്റ്റ് ഹൗസിൽ താമസിക്കാൻ പോയത്. ഞാൻ വിടുവോ? ഞാൻ തീരുമാനം ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളെ ഇന്ന അധ്യാപകൻ പഠിപ്പിച്ചത് രക്ഷിക്കപ്പെട്ടവരെല്ലാവരും കർത്താവിനവരൊക്കെ പോകുമെന്നാണല്ലോ, എന്നിട്ടെന്താ രാത്രിയിൽ ഇങ്ങനെ പ്രസംഗിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ശരിയാണെങ്കിലും അതിൻ്റെ പൂർണ്ണ രൂപം ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഒരു കൊച്ചു ജനിച്ചാൽ അത് മനുഷ്യനാ, പക്ഷെ പൂർണ്ണ രൂപമായിട്ടില്ല. പൂർണ്ണ രൂപമാകുമ്പോഴാ പല്ലുണ്ടാ. ഒരു കൊച്ചു ജനിച്ചാൽ അന്നയ്ക്കെന്നത് എന്നാ? ഒരു കൊച്ചു ജനിച്ചൂടെ കിടക്കുക, ഇതെന്നതാ? കുരങ്ങെന്നാണോ നമ്മൾ പറയുക? ആണോ? ആടാണോ? പിന്നെ എന്നാ? മനുഷ്യനാ. ഈ കിടക്കുന്ന മനുഷ്യനാ. പൂർണ്ണ രൂപമായോ? പൂർണ്ണ രൂപമായോ? ആയോ? ഇല്ല. അത് വളരണം. വളർന്നു കഴിയുമ്പോൾ 32 പല്ല് വരും ഉത്തമ പുരുഷന്. പ്രൈസ് ദി ലോർഡ്. പിന്നെ താടി മീശയൊക്കെ വരും. അതാണ് പൂർണ്ണ വളർച്ച. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിച്ചു. ആമേൻ, ആമേൻ. അങ്ങനെ കിടന്നാൽ പോരാ, വളരണം. മനസ്സിലായോ? വളരണം. പൗലോസ് യേശുവിനെ കണ്ട് രക്ഷിക്കപ്പെട്ടയാളാ. ആ പൗലോസ് ദർശനത്തിൽ കണ്ടു അനന്യാസ് തൻ്റെ അടുക്കൽ വരുന്നത്.
അനന്യാസ് പൗലോസിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ഒറ്റ പ്രാർത്ഥനയാണ് പൗലോസ് തലയിൽ കൈ വെച്ചിട്ട്, സഹോദരനായ ശൗലേ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകുവാൻ. നീ കാഴ്ച പ്രാപിച്ചെന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയല്ല, നീ കാഴ്ച പ്രാപിച്ചാൽ മാത്രം പോരാ, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുവാൻ നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൗലോസ് ആത്മാവിലായി മറുഭാഷ പറഞ്ഞു. കണ്ണിന് കാഴ്ചയും കിട്ടി. മനസ്സിലായോ? സ്ഥാനപ്പെടുത്തിയാൽ പോരാർന്നോ? പൗലോസ് യേശുവിനെ കണ്ട് രക്ഷിക്കപ്പെട്ടത് അനന്യാസേ, ഇനിയിപ്പം നീ എന്നൊന്ന് സ്ഥാനപ്പെടുത്തിയാൽ മതി. ന്യായപ്രമാണവും നല്ലതുപോലെ പഠിച്ചതാ, അതിൻ്റെ പൊരുളൊക്കെ ഞാൻ അവന് മനസ്സിലാക്കി കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ പോരെ? അല്ല, അവൻ ആത്മപൂർണനാകേണ്ടത് ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആത്മപൂർണനാകാൻ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരു വിശ്വാസിയെ പാസ്റ്റർ മുക്കുന്നത് പോലെ ആത്മാവാകുന്ന നദിയിൽ യേശുക്രിസ്തു വിശ്വാസിയെ മുക്കുന്നതാണ് ആത്മസ്നാനം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അഗ്നിസ്നാനം നരകമല്ല. കാരണം അഗ്നിസ്നാനം നരകമാണെങ്കിൽ നരകത്തിൽ നീ ഒരിക്കൽ പൊക്കുമെന്ന് പഠിപ്പിക്കേണ്ടി വരും. സ്നാനത്തിൽ മുക്കുക മാത്രമല്ല, മുക്കിയ ശേഷം വെളിയിലേക്ക് എടുക്കും. ബാപ്റ്റോ എന്ന മൂലധാതുവിൽ നിന്നാണ് ബാപ്തിസ്മ എന്ന ഗ്രീക്ക് പദം ഉണ്ടായത്. ബാപ്റ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു വസ്തുവിനെ വെള്ളത്തിലേക്ക് മുക്കുകയും മുക്കിയ ശേഷം വെളിയിലേക്ക് എടുക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് പാസ്റ്റർമാർ വ്യക്തിയെ വെള്ളത്തിൽ മുക്കിയിട്ട് പൊക്കണേ. പൊക്കാതെ ഇരുന്നായിരുന്നെങ്കിൽ ചിലരൊക്കെ വെള്ളം കുടിച്ച് ചത്തേനെ. ചിലപ്പോൾ നരകത്തിൽ പൊക്കുന്ന അനുഭവമില്ല. അതുകൊണ്ട് നരകം സ്നാനമല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? നരകം സ്നാനമാണെങ്കിൽ നരകം നിത്യമല്ലെന്ന് വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നരകം സ്നാനമാണെന്ന് പഠിപ്പിക്കുന്നവർ എന്നാ പൊക്കണേന്ന് നിങ്ങളെ പറഞ്ഞിട്ട് വേണം വീട്ടിൽ പോവാൻ. ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നരകം നിത്യമാണ് എന്നാണ്. ഒരിക്കലും ആ തീവെള്ളത്തിൽ നിന്ന് പൊക്കുന്നില്ല എന്നാ ഉപദേശം. ഇത് അഗ്നിസ്നാനമാണ്, ആത്മസ്നാനമാണ്, അല്ലാതെ നരകമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവാകുന്ന നദിയിൽ യേശുവിൻ്റെ കരങ്ങളാൽ മുക്കപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവിനെ പാനം ചെയ്ത് പ്രൈസ് ദി ലോർഡ് ഹൃദയം നിറഞ്ഞ് സംസാരിക്കുന്നതാണ് മറുഭാഷ. സ്തോത്രം. ആ അനുഭവത്തിനാണ് നമ്മൾ കൊതിക്കുന്നത്. ഇന്നേക്ക് 33 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ മേൽ ഈ ആത്മാവ് വന്നത്. ഇന്ന് വരെ അന്യഭാഷ പറഞ്ഞു. ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള അനേക ദിവസങ്ങളുണ്ട്. അന്യഭാഷ പറയാത്ത ഒറ്റ ദിവസമില്ല. ഇത്രയും നാൾ അന്യഭാഷ പറഞ്ഞിട്ടും പ്രൈസ് ദി ലോർഡ് കൊതി തീർന്നിട്ടില്ല. കാരണം ഇപ്പൊ കർത്താവ് വന്നാൽ തൃശ്ശൂർക്കല്ല പോണേ, നമ്മൾ ഒരുമിച്ച് മധ്യദേശത്തിലേക്ക് പോവുകയാണ്. എന്താ അമേരിക്ക പോകുന്നല്ല, അമേരിക്ക പോകുന്നവൻ്റെ സന്തോഷം, ഓസ്ട്രേലിയ പോകുന്നതിൻ്റെ സന്തോഷം നോക്കി. എന്ത് സന്തോഷ! നാളെ പോവുകയാണെങ്കിൽ ഇന്ന് ഫോൺ വിളിച്ച് പറയും, ഹലോ ഹലോ അമ്മച്ചനല്ലേ? അതെ, നാളെ ഞാൻ ഓസ്ട്രേലിയ പോവുകയാണ്, പ്രാർത്ഥിക്കണം. ഓക്കെ മോനെ. അമ്മാമേലേ? അതെ. ഹലോ ഹലോ അമ്മാമേലേ? അതെ, നാളെ ഞാൻ ഓസ്ട്രേലിയ പോവുകയാണ്, പ്രാർത്ഥിക്കണം. ഓക്കെ കുഞ്ഞെ. കാണുന്നവരോടൊക്കെ പറയും, നാളെ ഞാൻ ഓസ്ട്രേലിയ പോവുക, നാളെ ഞാൻ ഓസ്ട്രേലിയ പോവുക, നാളെ ഞാൻ ഓസ്ട്രേലിയ പോവുക. നമ്മൾ സ്വർഗത്തിൽ പോയിരുന്നിട്ട് എത്ര പേരോട് പറഞ്ഞു ഇത്? ഫോൺ വിളിച്ച് പറ, ഹലോ ഹലോ അമ്മാമേലേ? അതെ, ഞാൻ സ്വർഗത്തിൽ പോകാനിരിക്കുക. അപ്പോൾ അമ്മാമ ചോദിക്കും, അതെന്താ പരിപാടിയാ? ആ, അതാ ഇത് പരിപാടി. നമ്മളിവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവൻ ഓസ്ട്രേലിയ പോകാൻ വേണ്ടി അവൻ ബോക്സൊക്കെ നിറച്ച് ഒരുങ്ങുന്ന പോലെ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെട്ടികൾ പേരെഴുതി കഴിയുമ്പോൾ ഒരു സൈറൻ മുഴങ്ങും. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പെട്ടെന്ന് പോകാൻ? പലരെയും പ്രാർത്ഥന അടുത്ത കാലത്തേക്കും പോകല്ലേ. കർത്താവേ, അല്പമൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ. വലിയ ഫ്രിഡ്ജും ഒക്കെ മേടിച്ചിട്ട് വലിയ കാറൊക്കെ മേടിച്ചിട്ട് അധികം നാളായില്ല. ഒന്ന് പാഞ്ഞ് നടക്കണ്ടേ, ഇപ്പം ചെത്തി നടക്കേണ്ട സമയം. ഇപ്പം സ്വർഗത്തിൽ പോയി ശരിയാകത്തില്ല, കുറച്ച് കഴിയട്ടെ. അങ്ങനെയല്ല. അവിടുത്തെ ആനന്ദം ഓർത്താൽ ഇവിടെ കാല് പാരിൽ പതിയില്ല. അത്ര നല്ല നാട്ടിലേക്കാണ് നമ്മൾ പോണേ. അല്പസമയം നമുക്ക് ദൈവത്തെ കാത്തിക്കാം. സമയം പോട്ട് പോയല്ലോ. ഒരു 1:2 നിർത്താമല്ലേ? 1:30. സ്തോത്രം.
പരിശുദ്ധാത്മാഭിഷേകം ഇതുവരെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്യഭാഷ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുമ്പോട്ട് വരാം. ഒരാളുള്ളെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മോൻ പ്രാപിച്ചിട്ടില്ല. മോൻ യേശുക്രിസ്തു വിശ്വസിച്ച മോനെ വിശ്വസിച്ചു. ഉറക്ക സ്വോത്രം പറഞ്ഞു കേട്ടോ. ആ സൗകര്യം പ്രാപിച്ചിട്ടില്ല. സ്വോത്രം. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം ഇന്ന് നിങ്ങൾക്ക് അന്യഭാഷ തരും. വിശ്വസിച്ചാൽ മതി. ഇന്നെന്ത് കിട്ടും? അന്യഭാഷ കിട്ടും. വിശ്വസിക്കണം. ഞങ്ങളുടെ ഇവിടെ വന്നു, ഞങ്ങൾ പാസ്റ്റർമാരുടെ കയ്യിലൊന്നും ഇതില്ല. ഞങ്ങളല്ല തരുന്നത്, യേശുക്രിസ്തുവാണ് തരുന്നത്. ഞങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നേരത്തിരിക്കുന്ന സമയത്തെ എന്ത് ചെയ്യണമെന്നറിയാവോ? മുട്ടയിലിരിക്കാൻ പറ്റും, മുട്ടയിരിക്കുക, അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക. ആരാധിക്കാൻ കഴിയണം. ചില മുട്ടയിരുന്നാൽ പിന്നെ ആരാധിക്കാൻ പറ്റില്ല. മുട്ട വേദന എടുത്തിട്ട് ഈ ഭാഷയുടെ മുട്ടയിരുത്തി മനസ്സിൽ പ്രായിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വേദന എടുത്തിട്ടേ ഇതുവരെ മുട്ടയിരുന്നിട്ടില്ല. ഭാഷ കൊണ്ടുവന്ന് മുട്ടയിരുത്തി കൈ അടിക്കാൻ പറഞ്ഞു. ഓ, എതെങ്കിലും എന്നെ ഒന്ന് എഴുതിപ്പിച്ചു വിട്ടാൽ മതിയായിരുന്നു. അന്യഭാഷയും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരെയും മുട്ടയിൽ അങ്ങനെ ഇരുത്തുന്നില്ല. നിങ്ങൾക്ക് മുട്ടയിരിക്കാൻ പറ്റുമെങ്കിൽ മുട്ടയിരിക്കുക, അല്ല കൈയടിച്ച് ആരാധിക്കാൻ എങ്ങനെ ഇരുന്നാലാണോ പറ്റുക അങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സമയത്ത് കണ്ണടയ്ക്കണം. യേശു ക്രൂശിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ട് 2 കള്ളന്മാരുടെ നടുവിൽ രക്തധാരിയായി കിടക്കുന്ന മനസ്സുകൊണ്ട് കാണും. ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പം നമുക്ക് പരിചയമുള്ളവരെ കാണാമല്ലോ. കണ്ണടച്ചിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് കാണാൻ പറ്റില്ലേ? ഇതുപോലെ യേശുവിനെ കാണും. യേശുവിനോട് പ്രാർത്ഥിക്കണം, യേശുവേ എനിക്ക് അന്യഭാഷ തരണമേ. അത്രയും പ്രാർത്ഥിച്ചാൽ മതി. യേശുവേ എനിക്ക് അന്യഭാഷ തരണമേ, അത്രയും പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട. വലിയ തെറ്റും ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാം, കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറവുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ എന്നിങ്ങടെ പറയാം. ഇനി തെറ്റിയാതെ ജീവിക്കാൻ എനിക്ക് കൃപ തരണേ എന്നിങ്ങടെ പറയാം. എന്നിട്ട് നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശുവിൻ രക്തത്താൽ ജയം, യേശുവിൻ രക്തത്താൽ ജയം, യേശുവിൻ രക്തത്താൽ ജയം എന്ന് പറഞ്ഞ് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങളെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കും. പറയുന്നത് ആത്മാവാണ്. ആത്മാവ് അന്യഭാഷ പറയാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നാവാണ്. പറയുന്നത് ആത്മാവാണ്, അന്യഭാഷ പറയുന്നത് ആത്മാവാണ്. പക്ഷേ ആത്മാവ് പറയാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ നാവിനെയാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയതാണ് അവർ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇഷ്ടത്തിനുള്ള പറയാൻ പറ്റില്ല എന്ന്. അങ്ങനെ നാവിലേക്ക് അന്യഭാഷ ആത്മാവ് തരുമ്പോൾ നന്നായി അങ്ങ് പറയണം, വാ തുറന്ന് ദൈവസന്നിധിയിലിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇരുന്നു. അല്പസമയം, നമുക്ക് അധിക സമയമില്ല, ഒരു പാട്ട് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. മോളെ യേശുക്രിസ്തു വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടാണോ? യേശുക്രിസ്തു വിശ്വസിച്ചോ? സ്തോത്രം. അന്യഭാഷ കിട്ടിക്കഴിഞ്ഞാൽ ആഭരണമൊക്കെ ഊരുന്ന് തീരുമാനിക്കണം കേട്ടോ. നല്ല ഇതിലിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വരെ കാത്തിരിക്കണം. ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് വൈകിയ കിട്ടുക, അങ്ങനെയുണ്ട്. പക്ഷെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ കിട്ടും, യാതൊരു സംശയമില്ല. നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താരദാസന്മാരിൽ ഒരാൾ പ്രാർത്ഥിക്കും. ഈ പകൽക്കാല വേളയ്ക്കാട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവെ നിൻ്റെ കരങ്ങളിലേക്ക് കർത്താവെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇത്രത്തോളം കർത്താവെ അങ്ങയുടേതായ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ശ്രവിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൽ ആരാധിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നല്ലോ. എന്നാൽ ദൈവമായ കർത്താവെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പൈതലിന് വേണ്ടി, ഈ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആമേൻ, ഞങ്ങൾ ഒരുമിച്ച് കർത്തൃദാസന്മാർ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥൻ
ആമേൻ. ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, ആദിമ നൂറ്റാണ്ടിൽ മാളിയുമുള്ള ഇറങ്ങിയ ദൈവത്തിന്റെ ആത്മാവേ, ആമേൻ, ശിഷ്യന്മാരുടെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ ആത്മാവേ, ഇന്ന് പകൽക്കാലം ആമേൻ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിപ്പാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ, സ്തോത്രം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉഡാബാബ ശേഖറാബാല ശാസെ ഉഡൽ കല രഗഡബല ശംദൽ പല രഗഡബ ശാസ്യ ഉഡാൽ ബാബ റേഖാദാബ ഔഡാരാബ ഉഡൽ കൽക രഗദാരം ദല ഉഡൽ പാലബ ചൂഡൽ പൗഡബ ആഡാരാബ ഹംദാരാബ വൈഡാരാബ ശിഖാരഗദ ഓ രേ ഖാര രാബ ശംദാലാബ വൈഡൽ പാലബ ഉഡബലബ ഉഡബ റീകം ദഗദൽ പൗഡൽ പാലബ ചൂഡൽ പൗഡബ അംദാരാബ വൈഡാരാബ ജീകാരഗദ ഊഡബലം ദല ഊഡൽ പാലബ ജീകസ്കം ദല ഊഡൽ പാലബ ഊഡൽ പൗഡ ജഗദാരം ദല ഊഡൽ പാലബ ഊഡം പ്രൗഡം ജഗദം ജാദം ജീവസ്കം ദല ഊഡബ രാബല ഊഡൽ കൽക രഗദാരം ദല ഊഡൽ പാലബ ദീകാരഗദ ഊഡം ജഗദൽ പൗഡം പ്രാദം ജീവസ്കം ദല. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓ റേഖാബാബാബ റേഖാബാലഷ് ഊഡാലംദല ഊഡൽ പാലബ ചൂഡൽ പൗഡവ അംദാരാബ വൈഡാരാബ ശിഖാരംദ വൈഡൽ പാലം ചൂഡബ രംദല ഊഡൽ പാലബ ഊഡാ രംദ വൈഡാ രഗദ ചൂകാ രഗദ അടബല ബൗഡബ റീകബ രംദല ഊഡബ രാബല ശിയസ് അംദാരാബ വൈഡാ രാബ ജീകാ രഗദ ആടൽ കൽകം തഗദം പ്രാദം ചൂഡബ രംദല അടകൾ കാല റീകാ രാബ ഹംദാരാബ ഊഡാ രംദ വൈഡാ രാബ ഊഡബലംദല ഊഡൽ പാലബ. യെസ് ഊഡാരാബ ഹൗദാരാബ റീഖാരാബ ഊഡബലംദല ഊഡൽ പാലബ ചീഡബ രംദല വൈഡം ധാരം പ്രീവസ് കംദൽ കരകം ധാരവ ഊഡാരാബ ഹംദാലാബ വൈഡാ രഗദ ദീവലബ ഊഡബ റീകം ചഗദൽ പൗഡം ചാദവ ആഡാരാബ ശംദൽ കാരം ദീവസ് കംദല ഓ രേ കാര രാംദ. ഹല്ലേലൂയ. നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സൗകര്യ ദൈവം അന്യഭാഷ നൽകി അനുഗ്രഹിച്ചു. എഴുന്നേറ്റ് നാട്ടെ. രക്തം പറഞ്ഞിരുന്നതാണ്, പക്ഷേ നല്ല രീതിയിൽ അന്യഭാഷ പറയുവാൻ, അന്യഭാഷ പറയാൻ സൗകര്യ ദൈവം സഹായിച്ചു. കരങ്ങളുടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മകനെ ദൈവം നിറയ്ക്കും. ആ സൗകര്യ നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ നിറയ്ക്കുമെന്നാണ്. ആ സൗകര്യ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അന്യഭാഷ കിട്ടിയത്. മോൻ വാ തുറന്ന് സ്തുതിക്കണം കേട്ടോ, അപ്പോഴാണ് ദൈവം തരിക. അങ്ങനെ വചനത്തിലുണ്ട്. തരും ദൈവം. നമുക്ക് എഴുന്നേറ്റ് കേൾക്കാം. വാഴും ഞാൻ എൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കുമെല്ലാ നാൾ ഞാൻ വാഴും ഞാൻ എൻ്റെ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കുമെല്ലാ നാളും ഞാൻ പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനായി പാടുമെന്നും ഞാൻ എൻ്റെ പ്രിയനായി വാഴും ഞാൻ എൻ്റെ ാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കുമെല്ലാ നാൾ ഞാൻ വാഴും ഞാൻ എൻ്റെ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കുമെല്ലാ നാൾ രഗദ പ്രവദവ ദല ബൗഡവ രൂഢവ രംദല ബൗഡ രഗദ ശീകസ്കം ദല ബൗഡവ ദൽ പൽക്കവ റീക്കവ രഗദ പ്രൗഡൽ പാലവ ദൽ പൽക്കവ റീക്കവ രഗദല ചൂടവ രംദല രഗദ ശീകസ്കം ദല ബൗഡവ റീക്കവ രഗദൽ പൗഡവ രഗദ ചീക്ക രഗദ ദൽ പാരം ചൂടവ രംദല ബൗഡവ രാവല ദൽ പാലം ദീവസ്കം ദല ബൗഡവ രാവല രഗദ ദീക രഗദ പ്രൗഢം പ്രാദവ ദൽപാരം ചൂപസ്കംദല ബൗഡവ രാവല രഗദ ദീക സ്കംദല ബൗഢം പ്രാദം ദൽപാരം ചൂപസ്കംദല ബൗഢം പ്രാദ പ്രീവസ്കംദല ഊഡാരാബ ഹംദാരാബ വൈഡാരാബ ഊഡവ രംദല ബൗഢം പ്രാദം ചീവസ്കംദല ബൗഡൽ പാലവ
Eka deka ramda vaida raba chuda raba deva raba chuda baba reka raba hamda raba vaidal kala chuda raba chida raba reba daba vaida raba de khaba rega dala chuda baba reba raba de khara baba reba daba chuda bala dala baba raba chuda bal kal kaba rega dala baba raba chuda baba. ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവോരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ 17ാമത്തെ പകൽക്കാലവും ദൈവം നമ്മോട് മനസ്സലിവ് കാണിച്ച് ആമേൻ തൻ്റെ വചനത്തിലൂടെയും ആമേൻ ആത്മാവിലൂടെയും ആമേൻ നമ്മെ ശക്തീകരിച്ചുകൊണ്ടിരുന്നല്ലോ. ഇന്ന് പകൽക്കാലം ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും ദൈവം വലിയ പ്രവൃത്തി ചെയ്തല്ലോ. അനേക ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകർന്നല്ലോ. ആമേൻ. പുതിയ അന്യഭാഷയാൽ, പുതിയ കൃപകളാൽ ആമേൻ കർത്താവ് ഇന്ന് പകൽക്കാലം പ്രവർത്തിച്ചല്ലോ. കർത്താവിൻ്റെ വലിയൊരു ദാസനെ ദൈവം ഈ പകൽക്കാലം ശക്തിയോടെ കാര്യങ്ങളിലെടുത്ത് ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽക്കാലം നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം പ്രാപിച്ചത് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. പത്യോപദേശത്തിൽ നിന്നുകൊണ്ട്, ദൈവവ്യവസ്ഥ പ്രകാരം നിന്നുകൊണ്ട് മേൽക്കുമേൽ ബലം പ്രാപിച്ച് ഓരോ ദിവസവും നാം ചുവടുകൾ മുന്നോട്ട് വെക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നാം എല്ലാവരുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലയിരുദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷനോട് അവസാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ മധ്യാഹ്നത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 17ാമത്തെ പകൽക്കാലവും അങ്ങയുടെ പാദാന്തിയായിരിക്കാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ തന്ന എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിർത്തി ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ. ഞങ്ങളുടെ വചനങ്ങൾക്കായി, അങ്ങ് തന്ന ആത്മശക്തിക്കായി, ദൈവകൃപയ്ക്കായി സ്തോത്രം. എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ ആമേൻ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും അഭിഷേകം ചെയ്യുമെന്നുള്ള വചനപ്രകാരം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ ഒരു അഭിഷേകവും തീ കൊണ്ടുള്ളൊരു അഭിഷേകവും ഞങ്ങളുടെ മേൽ അവിടെ തന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, വിജയകരമായൊരു ക്രിസ്ത്യൻ നയിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ആത്മാവിൻ്റെ ഒരു പുതിയ ശക്തി എല്ലാവരുടെ മേലും പകർന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിൽ വന്ന വാത്സല്യ സഹോദരിയുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിച്ച് അന്യഭാഷയിൽ അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് അഭിഷേകം ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച എല്ലാ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ദൈവകൃപ നിലനിർത്തിക്കൊണ്ട് വിശുദ്ധിയോടും സത്യസന്ധതയോടും നീതിയോടും കൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ഈ തലമുറയിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ദാസനെ കരങ്ങളെടുത്തതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ അവിടുന്ന് കരത്തെടുത്ത് ഉപയോഗിക്കണമേ. ആമേൻ, ആമേൻ. കുടുംബമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘമായി ഉപവസിക്കുന്ന എല്ലാവരെയും ചെറുകടി മറയ്ക്കണമേ. ശത്രുവാരെ ഞെരുക്കുവണ്ടിയാകല്ലേ. പുതിയ ബലവും സൗഖ്യവും ദൈവകൃപയും എല്ലാവരുടെ മേലും കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥനാ സെഷനെ അനുഗ്രഹിക്കണം. വൈകിട്ടത്തെ മീറ്റിങ്ങിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കണം. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തും വരവിനായി ഒരുക്കും യേശു ക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകലും നമ്മെ ധന്യമായി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.